other dignitaries, നമ്മുടെ കരിയർ എക്സ്പേർട്സ്, പിന്നെ ഏറ്റവും പ്രധാനം ഇതാർക്ക് വേണ്ടിയാണോ നടത്തുന്നത് അവർ സ്റ്റുഡൻസ് മീൻസ് കരിയർ ആസ്പിറൻസ്. അപ്പോൾ ഇതേ സീരീസിൽ നമ്മുടെ രണ്ടാമത്തെ പ്രോഗ്രാമാണ്. അതായത് ഇതിനിയും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കരിയറിനെ കുറിച്ച് അതിൽ PSC, മറ്റ് കോമ്പറ്റീറ്റീവ് എക്സാംസ്. മറ്റ് കോമ്പറ്റീറ്റീവ് എക്സാംസ് എന്ന് പറയുമ്പോൾ മറ്റ് കോമ്പറ്റീറ്റീവ് ഏജൻസികൾ, അതിൽ ഒരു SSCയുടേതും ഒന്ന് ഈ അടുത്ത ദിവസം കഴിഞ്ഞു, PSCയുടെ തന്നെ ഇത് രണ്ടാമത്തെയാണ്. ഇങ്ങനെ നമ്മുടെ കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്യുന്നതിന് പറ്റുന്ന രീതിയിലുള്ള കൂട്ടത്തിൽ അത് വിളിക്കുന്നതിനെ കുറിച്ച് ഇൻഫർമേഷൻ, ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ടുള്ള പരിപാടികളുടെ സീരീസ് ഇങ്ങനെ തുടരും. അത് വളരെ പ്രയോജനകരമായി എന്ന് ആളുകൾ പറയുന്നതിൽ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ പങ്കെടുത്തിരുന്നവർ അത്രമേൽ സജീവമായിട്ട് ഇൻട്രാക്ഷനിലാണ് പോയത്. അവർ തന്നെ വീണ്ടും പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുന്ന അനുഭവം ഉണ്ടായി. അപ്പോൾ നമുക്ക് വളരെ നമ്മുടെ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ഒരു കൂട്ടായ്മകളുണ്ടല്ലോ, ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ രണ്ട് കൂട്ടർ പഠിക്കുന്ന ആൾ എന്ന് പറയുന്നൊരു വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് സമയവും നിങ്ങളുടെ ഡൗട്ടൊക്കെ ഇതിൽ തന്നെ ചാറ്റിലിടാം. പക്ഷേ പൊതുവായ മറ്റ് സംശയങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഒരു ഫോർമാറ്റ് നമ്മുടെ കോർഡിനേറ്റർ യാസിൻ സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹം അതിൻ്റെ ഒരു ലിങ്ക് ഇതിലിടും, അത് വെച്ചിടാം. പിന്നെ എൻ്റെ വരെ ഒന്നും പറയാതെ തന്നെ കഴിഞ്ഞവണ എൻ്റെ വരെ ആളുകളുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് തീർക്കാനുള്ള പരിപാടി അല്ലാത്തത് കൊണ്ടും ഇതാണ് ഏറ്റവും നല്ലത് എന്ന് നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചാൽ അവിടെ എത്തില്ല. അതിന് പകരം അതിൽ എത്തിച്ചേരേണ്ട പല സ്റ്റെപ്പുകൾ ഇങ്ങനെ പറഞ്ഞാണ് നമ്മൾ പോവുക. പക്ഷെ ഇന്ന് നമുക്കൊരു പ്രത്യേകത കൂടുതലുള്ളതുകൊണ്ട്, അതായത് നിങ്ങളിതിൽ കാണാം നസീറ യൂനുസ് മാഡം, അവർ മൈനോറിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ മൈനോറിറ്റീസ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ ആളുകൾ കുറേ കോഴ്സുകൾ, കുറേ പ്രോഗ്രാമുകൾ അപ്പോൾ നിങ്ങളിങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മളിവിടെ ഒത്തുകൂടുന്നു, നന്നായി. മറ്റു പലരും ഞായറാഴ്ചയുടെ വിനോദങ്ങളിലൊക്കെയാണ്. അതിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഒരു സെക്കൻഡ് പോസ് ചെയ്തത്. അപ്പോൾ ഒരു സെക്കൻഡ്. സോറി, ഒരു അമ്മൂമ്മയും പേരക്കുട്ടിയും സംവദിക്കുന്നതിൻ്റെ ശബ്ദം ഉണ്ടായത് കൊണ്ടാണ്. പക്ഷെ നമ്മളിതൊന്നും നോക്കാതെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. കാരണം നിങ്ങൾക്കൊരു ലക്ഷ്യബോധമുണ്ട്, ഒരു ജോലി കിട്ടണം. അപ്പോൾ ആ ജോലി കിട്ടുന്നതിന് പ്രാപ്തമാകുന്ന രീതിയിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകൾ തന്നെ നേരിട്ട് വന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള തുടർ സീരീസുകളിലും പരിപാടികളും നമുക്ക് സംഘടിപ്പിക്കാൻ ഇതിൻ്റെ ചുമതലയുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നസീറ യൂനുസ് മാഡത്തിനെ പ്രത്യേകമായിട്ട് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങാം, എന്നിട്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാം. അപ്പോൾ PSCയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ PSCയിൽ എങ്ങനെ എത്തിപ്പെടാം, മീൻസ് കരിയറിൽ എങ്ങനെ എത്തിപ്പെടാം, PSC, SSC, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് മുതൽ UPSC വരെയുള്ള പലതിലേക്കും എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അന്തിമ ഉദ്ദേശ്യം. അതിന് സഹായകമായ മറ്റ് വിവരങ്ങൾ കൂടി ഷെയർ ചെയ്യും. കാരണം ഇപ്പോൾ ഈ SLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, അത് കഴിയാൻ പോകുന്ന ആളുകളും അവരുടെ മക്കളും ഒക്കെ കൂടെ സഹായകമായ രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാണ്.
കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വേറെ സെറ്റ് ഓപ്പൺ ചെയ്തില്ല. യാസീൻ സാർ കാണുന്നുണ്ടോ? യാസീൻ സാർ കാണുന്നുണ്ടോ? ഒന്ന് പറയോ ആരെങ്കിലും ഒന്ന്? കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫുൾ സ്ക്രീൻ എല്ലാം തോന്നുന്നു അല്ലേ? ഇപ്പൊ ഫുൾ സ്ക്രീൻ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സമ്മാനം തരാം എന്ന് വിചാരിക്കുകയാണ്. ഒന്നാം സമ്മാനം 15,000 രൂപ, രണ്ടാം സമ്മാനം 10,000, മൂന്നാം സമ്മാനം 5,000 രൂപ. EMS സ്മാരക ട്രോഫിയൊക്കെ വേറെയുണ്ട്. ഇതൊരു പ്രസംഗ മത്സരത്തിന്റെ ഔദ്യോഗികമായിട്ട് ഉള്ള ഒരു പരിപാടിയുടെ ഒരു നോട്ടിഫിക്കേഷനാണ്. 18-നും 40-നും വയസ്സിനിടയിലുള്ള യുവജനങ്ങൾക്ക് പങ്കെടുക്കാവുന്ന ഒരു കോമ്പറ്റീഷനാണ്. അപ്പൊ ഈ കോമ്പറ്റീഷൻ എന്താ? BSc. BScയെ നമുക്ക് തമ്മിൽ എന്ത് എന്നല്ല, ഇങ്ങനെയുള്ള സകല മത്സരത്തിലും 5 മിനിറ്റ് മുമ്പ് മാത്രമേ വിഷയം തരൂ. ആ 5 മിനിറ്റ് മുമ്പ് മാത്രം വിഷയം തരുന്ന ഒരു മത്സരത്തിന് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. പരീക്ഷാ ഹാളിൽ PSc ഹാളിൽ ചോദിക്കുന്ന വിഷയം 5 മിനിറ്റ് മുമ്പും തരില്ല. അന്നേരം നിങ്ങൾ വായിച്ചെഴുതണം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാറ്റിനും പങ്കെടുക്കാൻ വേണ്ടി നമ്മളൊരു പ്രിപ്പറേഷൻസ് നടത്തും, ചിന്തിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങൾ പങ്കെടുക്കുന്നത് ഇതിനെല്ലാറ്റിനും കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ പ്രസംഗ മത്സരമാണ്. അപ്പോൾ കോഴിക്കോട് വെച്ചാണ് മത്സരം. അപ്പോൾ എവിടെ വെച്ചായാലും എല്ലാവർക്കും പങ്കെടുക്കാം. അതിൻ്റെ കാര്യം കൂടെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണിച്ചു എന്ന് മാത്രം. പിന്നെ എല്ലാ ജില്ലകളിലും, കേരളത്തിലെ എല്ലാ ജില്ലകളിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്താൽ അവർ നേരെ വിളിച്ച് ഗവൺമെന്റ് ജോലി തരും എന്ന് ഇന്നത്തെ കാലത്ത് ആരും പ്രതീക്ഷിക്കില്ല. പഴയ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അവർ നിങ്ങൾക്ക് ജോലി തരുന്നുണ്ട്. പ്രൈവറ്റ് മേഖലകളിലെ ജോലികൾക്ക് വേണ്ടി ഇന്റർവ്യൂ നടത്തി ജോലിക്ക് അയക്കുന്ന പ്രോഗ്രാമുകൾ അവിടെ നടത്തുന്നുണ്ട്. മാത്രമല്ല, എംപ്ലോയബിലിറ്റി സെന്റർ എന്നുള്ള പേരിൽ കോഴിക്കോട്, മലപ്പുറം പോലുള്ള ജില്ലകളിൽ ഒരു വിഭാഗം വേറെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇൻ്റർവ്യൂവിനൊക്കെയുള്ള ചെറിയ പരിശീലനം തരികയും പ്രൈവറ്റിൻ്റെ ഇത്തരം നോട്ടിഫിക്കേഷൻ, നിയുക്തി എന്നൊക്കെ പേരിൽ തൊഴിൽ മേളകൾ നടത്തും. ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? പത്രങ്ങൾ വെറുതെ വായിക്കുന്ന ശീലം എല്ലാവർക്കും ഉണ്ടാവും. കാരണം നിങ്ങൾ ജോലി ആസ്പിറൻസ് ആണ്. പത്രം വായിക്കുന്നതിന് മുമ്പ് തന്നെ വാർത്തകൾ വഴി ഇന്നലെ തന്നെ ഇന്നത്തെ വാർത്ത അറിയുന്ന ആളുകളാണ്. പക്ഷേ ഈ അറിയിപ്പുകൾ പത്രങ്ങളിലെ ഒരു കോർണറുകൾക്കാണ് ഉണ്ടാവുക. അവിടെ നിങ്ങൾ അമേരിക്കൻ തിരഞ്ഞെടുപ്പും ഈ ഇന്നത്തെ ഭരണഘടനയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളും ഒക്കെ കേൾക്കുന്നത് പോലെ മെയിൻ ബുള്ളറ്റിനിൽ കേൾക്കില്ല. അപ്പോൾ അറിയിപ്പിൻ്റെ ഭാഗം ശ്രദ്ധിക്കണം എന്ന് വീണ്ടും വീണ്ടും പറയുന്നു. ഏതായാലും എല്ലാ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളും ഫ്രീ ആയിട്ട് PSc കോച്ചിങ് നടത്തുന്നുണ്ട്. എല്ലാ ജില്ലകളിലും തുടങ്ങുന്നുണ്ട്. ഇപ്പൊ തുടങ്ങിയെന്നല്ല, തുടങ്ങുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുക. അതുകൂടാതെ യൂണിവേഴ്സിറ്റികളിലൊക്കെ എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UEIGB, യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോ, അവരടുത്ത മാസമാണ് നടത്തുക. അതിൻ്റെ നോട്ടിഫിക്കേഷനും വരുമ്പോൾ അപ്ലൈ ചെയ്യണം. പിന്നെ ചിലർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഫ്രീ അല്ലേ. എൻ്റെ കുട്ടിക്കാലത്തെ പഴയ ഫ്രീ സദ്യ എന്ന് പറഞ്ഞാൽ ചോറ് അതിൻ്റെ കൂടെ കറി ഉണ്ടെങ്കിലായി. ഇപ്പോൾ അതല്ലല്ലോ. ഏറ്റവും നല്ല സദ്യ ഫ്രീ സദ്യയാണ്. എങ്കിലേ ആളതിന് ചെല്ലും. ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള ആളുകളാണ് ക്ലാസ്സുകൾ എടുക്കുക. ഇത് കാലിക്കറ്റ് മാത്രമല്ല, എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇവിടെ വരാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈവയ്ക്കാൻ വേണ്ടി വേറെ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കാണിച്ചു തരാം. 180 അവർ PSc കോച്ചിങ് നോട്ടിഫിക്കേഷൻ വന്നു. 3-ാമത്തെ ദിവസം ക്ലോസ് ആയി കുസാറ്റിൽ. ഇന്നലെ രാത്രി ഞാൻ ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് സോറി,
സീറ്റിലധികം ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ ബി വെരി കെയർഫുൾ. ഇറ്റ് ഈസ് എ റാറ്റ് റേസ്, മത്സര ഓട്ടമാണ്. ഈ മത്സര ഓട്ടത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ പോരാ, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതിന് സിജിയുടെ ഗ്രൂപ്പുകളിൽ, സിജിയുടെ ഇൻഫർമേഷൻ കൊടുക്കുന്ന ഗ്രൂപ്പുകളിൽ നിങ്ങൾ ചേരുകയാണെങ്കിൽ അവിടെ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർക്കുലേറ്റ് ചെയ്യാറുണ്ട്. അതിന് സിജിയുടെ നമ്പറുകൾ, ഇപ്പോൾ ഏത് നമ്പറിലാണ് നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടാൽ നിങ്ങളെ ഗ്രൂപ്പിൽ ചേർക്കുക എന്ന് ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒക്കെ കോർഡിനേറ്റർ ഉണ്ട്, യാസീൻ സർ. യാസീൻ, ആ നമ്പർ, ആ റിസപ്ഷൻ നമ്പറോ അല്ലെങ്കിൽ താങ്കളുടെ നമ്പറോ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഒന്ന് ഉറക്കെ പറഞ്ഞോളൂ. അത് കേൾക്കുന്നില്ലല്ലോ, ഞാൻ കേൾക്കാഞ്ഞിട്ടാണോ? ഒന്ന് വെച്ചത് പറയാം. ചാറ്റ് ബോക്സിലേക്ക് ഇട്ടോളൂ, ഒന്ന് പറയുകയും ചെയ്തോളൂ. അതൊന്ന് കേൾക്കട്ടാളോ. 8086663404 ചാറ്റ് ബോക്സിലേക്ക് ഇടാം ആവശ്യമുള്ളവർ. 80866664004 ആണോ? അതെ അതെ. അപ്പോൾ വെരി ഓഡിബിൾ ആയിരുന്നു. ഞാൻ കേട്ടെങ്കിൽ ഇപ്പൊ എല്ലാ ആളുകളും കേട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളെ ഈ പേനയും കടലാസും ഒക്കെ ഉണ്ടാവും. കാരണം കഴിഞ്ഞ ആഴ്ച വന്നവരെ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആളുകൾ അത് പറയുമ്പോഴത്തേക്ക് എല്ലായിടത്തും റെഡിയായിരുന്നു, കുറിപ്പെടുക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ കുസാറ്റിൻ്റെ പരിപാടി നിർഭാഗ്യവശാൽ അത് കഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് ഞാൻ വെട്ടി വെച്ചിട്ടുള്ളതിൽ നമ്പറൊക്കെ ഞാനത് ചെറുതാക്കി വെച്ചിട്ടുള്ളത്. ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചത് കൊടുക്കാൻ പറ്റിയില്ല മീൻസ് അതിൻ്റെ ആവശ്യം വന്നില്ല. കാരണം ആളുകൾ അത്രമേൽ അലർട്ടാണ്. പക്ഷേ മറ്റ് ജില്ലകളിലുള്ളത്, മറ്റ് യൂണിവേഴ്സിറ്റികളിലുള്ളത് ഉടനെ വരുന്നതുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം. ഇനി ന്യൂനപക്ഷ പരിശീലന കേന്ദ്രം, അപ്പം അതിന് ഫ്രം ദ ഹോഴ്സ് മൗത്ത്, അശ്വമുഖത്തു നിന്ന്, അതിൻ്റെ യഥാർത്ഥ ആളുകളുടെ അടുത്തു നിന്ന് തന്നെ ഈ കാര്യം കിട്ടാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇത്തിരി മാറി നിന്നിട്ട് കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ എല്ലാ ജില്ലകളിലും ഉണ്ട്. ആ ജില്ലകളിൽ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മാഡം നേരത്തെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവര് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട്, മാത്രമല്ല അവരുടെ അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒരു കൂട്ടത്തെ പരാമർശിച്ച് പോകുന്ന ഞാൻ വിചാരിക്കുന്നു. കാരണം എല്ലാ വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സോ നസീറ യൂനുസ് മാഡം, ഇവരൊക്കെ സംഘാടകരെന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ജോലിയും ചെയ്യാം. ടൈമും മാത്രം വന്ന് അങ്ങനെ പോവുകയും ചെയ്യാം. അതെല്ലാം എത്ര ദൂരം സഞ്ചരിച്ചും എത്ര പേർക്ക് മാക്സിമം കിട്ടുന്ന രീതിയിൽ സർവീസ് എന്നുള്ള ആൾക്ക് എടുക്കുകയും ചെയ്യും. അങ്ങനെ എടുക്കുന്ന വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പ്രതിനിധിയാണ് നസീറ മാഡം. സോ വെൽക്കം നസീറ മാഡം, വെൽക്കം ടു സിജി പ്ലാറ്റ്ഫോം. താങ്ക് യു സർ. കേൾക്കുന്നുണ്ടോ എന്നെ? ഓ, വെരി ക്ലിയർ. ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പോ സക്കരിയ സാർ വളരെ ക്ലിയർ ആയിട്ട് PSCയുടെ ഇതിന്റെ ഒരു സെഷൻ കഴിഞ്ഞതാണ്. വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് അറിയാം എന്താണ് PSC എന്നും എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പറേഷൻസ് നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടതെന്നും ഒരു ഓവറോൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. PSC LGS മുതൽ, അതായത് 7ാം ക്ലാസ് യോഗ്യതയുള്ള ആള് മുതൽ ഡിഗ്രി യോഗ്യതയുള്ള ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റ് കേരള PSC നടത്തുന്ന ഏറ്റവും ഉയർന്ന പരീക്ഷ KS-ൻ്റെതാണ്. ആ KS-ലേക്ക് ആവശ്യമായ അടിസ്ഥാന യോഗ്യത ഡിഗ്രിയാണ്. ഡിഗ്രി യോഗ്യതയുള്ള എല്ലാവർക്കും ഒരുവിധം, നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും ഡിഗ്രി യോഗ്യതയൊക്കെ ഉള്ള ആളുകളായിരിക്കും കൂടുതൽ ആളുകളും.
എന്നാൽ ഡിഗ്രി യോഗ്യത ഇല്ലാത്ത ആളുകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഗ്രേഡ് ഉണ്ട്, LGS. ഡിഗ്രി യോഗ്യത ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള വൈവിധ്യമാർന്ന ഒരുപാട് മേഖലയിലേക്ക് കേരള PSC നിയമനങ്ങൾ നടത്തുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്നതും കൂടുതൽ പരീക്ഷ എഴുതുന്നതും ഒക്കെ തന്നെ LDC, ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന എക്സാമിനാണ്. എല്ലാവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും LDCക്ക് എന്നുള്ളതാണ്. അതുപോലെ ഡിഗ്രി ലെവലിന്റെ എക്സാംസും ഒക്കെ തന്നെ കുറേ എക്സാംസ് ഇങ്ങനെ അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലിപ്പോ ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ തന്നെ PSC ഒരു പക്ഷെ പ്രിപ്പയർ ചെയ്യുന്ന പോലായിരിക്കും. ചിലപ്പോ ആളുകൾ എന്താന്ന് അറിയാൻ വന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ടത്, പഠിച്ചാലേ പരീക്ഷ എഴുതിയിട്ട് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ പോയിട്ട് ഒന്ന് എഴുതി നോക്കാം എന്നും വിചാരിച്ച് പോയി കഴിഞ്ഞാൽ PSC കിട്ടൂല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. കാരണം നമ്മുടെ ചുറ്റുമുള്ള ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോകുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാഞ്ഞാല് ഒഴുക്കിന് നമ്മളിങ്ങനെ അതിന്റെ കൂടെ ഇങ്ങനെ പോവുക, നമ്മൾ പോയി പരീക്ഷ എഴുതുക പോരുക എന്നല്ലാതെ എങ്ങനെ എഴുതണമെന്നോ, അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനത്തെ പറ്റിയൊന്നും നമുക്കൊരു ധാരണയും ഉണ്ടാവില്ല നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ. ഒരുപാട് ഓൺലൈൻ സൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരാൻ. ഒരുപാട് നമ്മുടെ ചുറ്റും ഒരുപാട് സോഴ്സസ് ഉണ്ട്. പക്ഷെ ഈ സോഴ്സിന്റെ ഒക്കെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളാണ് അതിന്റെ പ്രശ്നക്കാര്. നമ്മൾ വിചാരിക്കും, ആ അതവിടെ റെക്കോർഡഡ് ആണല്ലോ, അത് പിന്നെ എനിക്ക് ഉപയോഗിക്കാലോ എന്ന് കരുതിയിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും. നമ്മുടെ സൗകര്യത്തിനായിട്ട് അതിനെ മാറ്റി വെക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മറിച്ച് കൃത്യമായിട്ട് നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യൂല. ഏത് ഓൺലൈൻ ക്ലാസ്സിന്റെയും ഒരു പ്രശ്നം അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോ പണ്ട് മുതലേ നമ്മൾ സ്കൂളിൽ പഠിച്ച കാലത്തും ഇപ്പൊ നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിന്റെയും ഓൺലൈൻ ക്ലാസ്സിന്റെയും വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോ സാറ് പറഞ്ഞല്ലോ പല ക്യുസാറ്റിലുണ്ട്, അതുപോലെ എംപ്ലോയബിലിറ്റി. യാസീൻ സാർ എന്തോ ചോദിച്ചോ? ഇല്ല ഇല്ല, അൺമ്യൂട്ട് ചെയ്തിട്ട് ഇല്ല അല്ല. കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ഏത് മേഖലയിലേക്ക് എങ്ങനെ പോകണം എന്നതിനെ പറ്റിയിട്ടൊക്കെ തന്നെ ഏത് PSC പരീക്ഷയാണ് നമ്മൾ എഴുതേണ്ടത്, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഏതൊക്കെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടത് ഒക്കെ തന്നെ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് കിട്ടുന്നതിന്റെ ഗുണം വേറെയാണ്. പിന്നെ ഇപ്പൊ നമ്മുടെ സഗരിയ സാറ് പറഞ്ഞു എങ്ങനെയാണ് ഏതൊക്കെ സ്ഥലങ്ങൾ ഇപ്പൊ എംപ്ലോയ്മെന്റ് സെന്ററുകൾ എല്ലാ ജില്ലയിലും എംപ്ലോയ്മെന്റ് സെന്ററുകൾ PSC കോച്ചിങ് നടത്തുന്നുണ്ട്. ഫ്രീ കോച്ചിങ് ആണ്, വളരെ നല്ല രീതിയിൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ SC ST കൊടുക്കാനായിട്ട് ഈസ്റ്റീലിൽ ഒരു സ്ഥാപനമുണ്ട്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഈസ്റ്റീലിലാണുള്ളത്, പിന്നോക്ക വികസന വകുപ്പിൻ്റെത്. അവിടെയും ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അവിടെയും PSC കോച്ചിങ് തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ PSC കോച്ചിങ്. ഇപ്പോ ഈ December 20 ലാസ്റ്റ് ഡേറ്റ്. അവിടെ ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ PSC കോച്ചിങ്ങിനായിട്ട് അത് മാത്രം നടത്താനായിട്ട് കോച്ചിങ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത് എന്ന് പറയുന്ന പേരിൽ ഒരു സ്ഥാപനമുണ്ട്. 2010 അതിന്റെ PPT ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. 2010 കോഴിക്കോട് ജില്ലയിൽ, ഞാൻ അതിന്റെ PPT എടുക്കാം കേട്ടോ. ഓക്കെ മാഡം.
ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിവിടെ നെറ്റ് സ്ലോയാ, ആ ഒരു പ്രശ്നമുണ്ട്. ആഹാ, ഇവിടെ പക്ഷെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രോഡ്കാസ്റ്റ് അതെ കാണിക്കുകയാണ്. അതെ ടൈം അതെ. എടുക്കും. ഉം. അപ്പൊ വരുമ്പോ വരട്ടെ, നമ്മൾ പറയാം. അതെ അതെ അതെ. ആ, ആ. അപ്പോ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ 2010 ആദ്യമായിട്ട് കേരളത്തില് കോച്ചിങ് സെന്ററുകൾ ആരംഭിക്കുന്നത്. കോച്ചിങ് സെന്റർ ഫോർ മൈനോർ, അന്ന് കോച്ചിങ് സെന്റർ ഫോർ മുസ്ലിം യൂത്ത് എന്ന പേരിലാണ് കോച്ചിങ് സെന്ററുകൾ ആരംഭിക്കുന്നത്. അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ. അന്ന് ഈ കോച്ചിങ് സെന്ററുകൾ ആരംഭിക്കാൻ കാരണമായത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും, അതായത് ഓൾ ഇന്ത്യ ലെവലിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പിന്നോക്കാവസ്ഥ, അതായത് ഗവൺമെന്റ് ജോലികളിൽ ഒരുപാട് പുറകിലാണ്. ഇപ്പോഴും അന്നത്തെ ഇതിൽ നിന്നും ചെറിയ മാറ്റം ഉണ്ടായി എന്നല്ലാതെ വലിയ മാറ്റമൊന്നും ഇന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കമ്മീഷനുകളെ നിയോഗിക്കുകയും കേരളത്തില് പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷനാണ് കേരളത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനം നടത്തി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്ന പേരിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്നതും 2010 ആദ്യമായിട്ട് ഈ കോച്ചിങ് സെന്ററുകൾ ആരംഭിക്കുന്നത്. അങ്ങനെ കോച്ചിങ് സെന്റർ ഫോർ മുസ്ലിം യൂത്ത് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ കോച്ചിങ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ പോയി. പിന്നീട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് 2016-17 കോച്ചിങ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത് എന്ന പേരിൽ അതിന്റെ പേരൊക്കെ ഒന്ന് മാറ്റി വരുന്നത്. അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും, മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട മൈനോറിറ്റീസ്, നമ്മുടെ നാട്ടിലെ മൈനോറിറ്റീസ് കാര്യമായിട്ടുള്ളത് മുസ്ലിം, ക്രിസ്ത്യൻ ആണ്. പാസിയൊക്കെ വിരലിൽ എണ്ണാവുന്ന ആളുകളേ ഉള്ളൂ. എന്നാലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും, മൈനോറിറ്റീസിനും കോച്ചിങ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, നമ്മുടെ ഗവൺമെന്റ് സർവീസിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഏറ്റവും മുഖ്യമായി സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമായിട്ടുള്ള പ്രവർത്തനം കോച്ചിങ് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഈ കോച്ചിങ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്തിലൂടെ CCMY എന്നാണ് പറയാം. ഈ CCMY കോഴിക്കോട് ജില്ലയിൽ പുതിയറ കസബ പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് കോഴിക്കോട് ജില്ലയിലുള്ള ഒരു സ്ഥാപനം ഉള്ളത്. മറ്റൊരു സ്ഥാപനം ഉള്ളത് പേരാമ്പ്രയാണ്. പേരാമ്പ്രയിലാണ് മറ്റൊരു സ്ഥാപനം ഉള്ളത്. ഈ സ്ഥാപനത്തില് കോഴിക്കോട് പുതിയറ ആയാലും പേരാമ്പ്ര ആയാലും ഒക്കെ തന്നെ റെഗുലർ ബാച്ചും ഉണ്ട്, ഹോളിഡേ ബാച്ചും ഉണ്ട്. റെഗുലർ ബാച്ച് എന്ന് പറഞ്ഞാൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണി മുതൽ 4 മണി വരെ ക്ലാസ് ഉണ്ടാവും. അതായത് ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾക്ക് 5 മണിക്കൂർ വീതം ക്ലാസ് കിട്ടും. അതുപോലെ ഹോളിഡേ ബാച്ച് ആണെങ്കിൽ, അതായത് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ എംപ്ലോയീസോ ഒക്കെ ആണെങ്കിൽ അവർക്ക് പോകാനായിട്ടാണ് ഈ ഹോളിഡേ ബാച്ച് ഉള്ളത്. ഹോളിഡേ ബാച്ച് ശനി ഞായർ ദിവസങ്ങളിലാണ് രാവിലെ 10 മണി മുതൽ 4 മണി വരെ. അന്നും 5 മണിക്കൂർ വീതം ക്ലാസ് കിട്ടും. നിങ്ങളിപ്പോ ഒരു പ്രൈവറ്റ് സെന്ററിൽ 20,000 ഒക്കെ ഫീസ് കൊടുത്തിട്ട് ഒരു പ്രൈവറ്റ് സെന്ററിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു ദിവസം 2-3 മണിക്കൂർ എവിടെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ആഴ്ചയിൽ 3 ദിവസം അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ക്ലാസ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇത്രയും വലിയ ഫീസ് കൊടുത്തിട്ട് ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ കിട്ടും, പക്ഷേ ആ കിട്ടുന്ന ക്ലാസ് എത്രമാത്രം നിങ്ങൾക്ക് എഫക്റ്റീവ് ആവും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് 6 മാസത്തെ കണ്ടിന്യൂസ് കോഴ്സ് ആണ്. ആ 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ തന്നെ പഠിക്കാനുള്ള ഒരു സൗകര്യവും കൂടിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പൈൻ സ്റ്റഡി സ്കീം എന്നാണ്, CSS. നിങ്ങൾക്ക് ആ 6 മാസം കഴിഞ്ഞതിന് ശേഷം ഇവിടെ തന്നെ വന്നിട്ട് പഠിക്കാം. ഇവിടെ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കമ്പൈൻ സ്റ്റഡി നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് ഇരുന്ന് പഠിച്ച് അതിലൂടെ നിങ്ങൾക്ക്, അതായത് എപ്പോഴും നമ്മൾ ക്ലാസ് കിട്ടുന്നതിനേക്കാളും എഫക്റ്റീവ് ആയിരിക്കും നമ്മൾ കമ്പൈൻ സ്റ്റഡി നടത്തുമ്പോൾ. നമ്മൾ പരസ്പരം പറഞ്ഞ് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ് ആവുക. അപ്പൊ അങ്ങനെ കമ്പൈൻ സ്റ്റഡിക്കുള്ള ഫെസിലിറ്റി കൂടി
CCMYകളിലുണ്ട്. അതുപോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ള ലൈബ്രറിയാണ്. എല്ലാ തരത്തിലുള്ള ബുക്സും, അതായത് 5ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്സും ഉണ്ട്. ഇപ്പൊ PSCയുടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും കാണാം SCERT സിലബസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡിഗ്രി തലം വരെയുള്ള +2 വരെയുള്ള ബുക്സ് എന്തായാലും പഠിക്കണം. ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിന് നിങ്ങൾ ഡിഗ്രി ടെക്സ്റ്റ് ബുക്സും കൂടെ പഠിച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് വളരെ പ്രധാനമാണ്. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ തന്നെ നമ്മുടെ ലൈബ്രറിയിലുണ്ട്. പോരാത്തതിന് SSC പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ അതുപോലെ UPSCയുടെ ഒക്കെ തന്നെ എക്സാംസിനെ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ബുക്സും ഉള്ള നല്ലൊരു ലൈബ്രറിയാണ് CCMYകളിലുള്ളത്. എല്ലാ ജില്ലകളിലും CCMYകൾ ഉണ്ട് എന്ന് ഓർക്കുക. മലപ്പുറം ജില്ലയിൽ പോയി കഴിഞ്ഞാൽ 5 സ്ഥലത്താണ് CCMY ഉള്ളത്. 5 ഉണ്ട്. പെരിന്തൽമണ്ണ ഉണ്ട്, വേങ്ങരയുണ്ട്, ആലത്തിയൂരുണ്ട്, പൊന്നാനിയുണ്ട്, വളാഞ്ചേരിയുണ്ട്. ഇങ്ങനെ 5 സ്ഥലങ്ങളിൽ മലപ്പുറം ജില്ലയിലുണ്ട്. ഇനി കണ്ണൂരേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 2 സ്ഥലത്ത് കണ്ണൂരുണ്ട്. ചൊക്ലിയിലും ഉണ്ട്, അതുപോലെ പയ്യന്നൂരും ഉണ്ട്. പേരാമ്പ്ര ലൊക്കേഷൻ വരുന്നത് ചെമ്പ്ര റോഡ്. പേരാമ്പ്ര ടൗണിൽ നിന്ന് ചെമ്പ്ര റോഡിലേക്ക് ജസ്റ്റ് അങ്ങ് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം വളരെ കുറഞ്ഞ ദൂരേ ഉള്ളൂ പേരാമ്പ്ര സ്റ്റാൻഡിന്റെ അടുത്തുനിന്ന് പേരാമ്പ്ര സെന്ററിലേക്ക്. ഇനി കാസർഗോഡ് CCMY ഉണ്ട്. അതുപോലെ പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പാലക്കാട് പോയി കഴിഞ്ഞാൽ പാലക്കാട് ഉണ്ട്, പട്ടാമ്പി ഉണ്ട്. പിന്നെ തൃശ്ശൂര് കൊടുങ്ങല്ലൂരുണ്ട്. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയോടനുബന്ധിച്ചാണ് കൊടുങ്ങല്ലൂരത്തെ CCMY ഉള്ളത്. എറണാകുളത്ത് ആലുവയിലുണ്ട്, മട്ടാഞ്ചേരി ഉണ്ട്. അങ്ങനെ എല്ലാ ജില്ലകളിലും CCMYകളുണ്ട്. ഓൾ കേരള 24 മെയിൻ സെന്ററുകളും. വേങ്ങര ലൊക്കേഷൻ വരുന്നത് കൊളപ്പുറമാണ്. കൊളപ്പുറം റോഡ് സൈഡ് തന്നെയാണ്, മെയിൻ റോഡ് സൈഡ് തന്നെയാണ് കൊളപ്പുറത്ത് വേങ്ങരത്തെ സെന്റർ ഉള്ളത്. അപ്പൊ ഇനി എല്ലായിടത്തും നമ്മൾ ഏത് ജില്ലയിൽ പോയി ക്ലാസ് സ്റ്റാർട്ട് ഒക്കെ പറയാം ഞാൻ കേട്ടോ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറയാം. അപ്പൊ ഏത് ജില്ലയിൽ നിങ്ങൾ എവിടെയുള്ള കേരളത്തിൽ എവിടെയുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്കൊക്കെ തന്നെ CCMY ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നത് വളരെ കൃത്യമായ കോച്ചിങ് ആണ്. പയ്യന്നൂർ തന്നെയാണ്, പയ്യന്നൂർ ടൗണിൽ തന്നെയാണ് പയ്യന്നൂർ CCMY ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയായാലും നിങ്ങൾക്ക് അതിന് കൃത്യമായ ആക്സസ് ഉള്ള CCMY. അതുപോലെ ചില CCMYകളിലൊക്കെ തന്നെ ബസ് പാസ് കൊടുക്കുന്ന CCMYകളുണ്ട്. അതായത് RTO ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ബസ്സിന്റെ പാസ് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരാനൊക്കെ എളുപ്പമാണ്. ഇനി കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ തന്നെ എത്തിച്ചേരാൻ സൗകര്യമാണ് CCMYകളിൽ. പിന്നെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഈ 6 മാസത്തെ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് LDCയുടെ സിലബസ് ആയാലും ഇപ്പൊ LDCയുടെയും ഡിഗ്രി ലെവലിന്റെ ഒക്കെ സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്. അതായത് സെയിം എന്ന് പറഞ്ഞാൽ LDCന്റെ കുറച്ചൊന്ന് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത സിലബസ് ആണ് ഡിഗ്രി ലെവലിലേക്ക് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സിലബസിലാണ് നമ്മുടെ കോച്ചിങ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ കോച്ചിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ +2 ലെവൽ എക്സാംസും എഴുതാം, അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസും എഴുതാം. രണ്ടും കൂടെ. അപ്പൊ നിങ്ങൾ വേറെ ഏത് പ്രൈവറ്റ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടൂല. LDCക്ക് വേറെ, സെക്രട്ടറി അസിസ്റ്റന്റിന് വേറെ, അങ്ങനെ ഓരോന്നിനും വേറെ വേറെ ആയിട്ടാണ് കോച്ചിങ് പോവുക. അപ്പൊ ഇതങ്ങനെയല്ല എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്നത് ഒരു 3 മാസം, ആ 3 മാസത്തിൽ നിങ്ങൾ LDയുടെ ഒരു സിലബസ് കവർ ചെയ്ത് പോകും. അതായത് PSCയുടെ ബേസിക് സിലബസ്. ആ ബേസിക് സിലബസ് കവർ ചെയ്ത് പോയതിന് ശേഷം പിന്നത്തെ 3 മന്ത്സിൽ നിങ്ങൾക്ക് അതിന്റെ മുകളിലുള്ള കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതാം. പിന്നെ പലപ്പോഴും ഈ LD എക്സാംസ് തന്നെ ചിലപ്പോൾ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് അതിനെയും കൂടെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ആ രീതിയിലാണ് നമ്മുടെ കോച്ചിങ് പോവുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു സിലബസിലൂടെ കടന്നു പോകുന്ന വേറെ ഏതെങ്കിലും ഇപ്പൊ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അല്ലാതെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കുക. അപ്പൊ ഇത് നമ്മളിപ്പോ ഫ്രീ ആയിട്ട് കിട്ടുമ്പോ നമ്മൾ ഇപ്പൊ ഫ്രീ ആയി കിട്ടിയാൽ ആവണക്കണ്ണിയും കുടിക്കും എന്ന് പറയുന്ന മാതിരി വെറുതെ നമുക്ക് എന്ത് കിട്ടിയാലും നമുക്കൊരു വിലയുണ്ടാവില്ല. അത് എല്ലാവരും ഒരു അവസ്ഥ തന്നെ. ഇപ്പൊ റേഷൻ ഷോപ്പിൽ നമ്മൾ അരി വാങ്ങാതിരിക്കുന്ന ഒക്കെ തന്നെ അത് വെറുതെ അല്ലേ എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് അത്രയ്ക്കും എഫക്റ്റീവായ കോച്ചിങ് ആ കിട്ടുക.
ഓൾ കേരള ഇന്റർവ്യൂ ചെയ്തിട്ട്, അതായത് നമ്മുടെ ഗവൺമെന്റ് തലത്തിലുള്ള ഇന്റർവ്യൂ പാനലിന്റെ മുമ്പിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആളുകൾ മാത്രമാണ് നമ്മുടെ പാനലിൽ, ഫാക്കൾട്ടി പാനലിലുള്ളത്. അത്രയ്ക്കും എഫിഷ്യന്റ് ആയിട്ടുള്ള പാനലാണ്. ഓരോ സബ്ജക്റ്റിനും കൃത്യമായ പാനലുണ്ട്. അപ്പൊ ആ പാനലിലുള്ള ആളുകളെ കൃത്യമായി ഇവര് ഇങ്ങനെ സ്ഥിരമായിട്ട് ആ പാനലിലുള്ള ആൾക്കാർ മാത്രം വരുന്നതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അറിയാം ഏതൊക്കെ ടോപ്പിക്സ് ഞാൻ കവർ ചെയ്യണം. അപ്പൊ ഓരോരുത്തരും ആ രീതിയിൽ അവനവന്റെ ടോപ്പിക്സ് കൃത്യമായിട്ട് കവർ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അത്രക്കും നല്ല രീതിയിൽ PSCയുടെ സിലബസ് കവർ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ എക്സാംസ് ഉണ്ടാവും, ഡെയിലി എക്സാം ഉണ്ടാവും. ഓരോ ദിവസവും അന്ന് എടുക്കുന്ന ഫാക്കൾട്ടി അന്നത്തെ, അപ്പം നമ്മൾ 10 to 4 ആണ് നമ്മുടെ ക്ലാസ് ടൈം. അപ്പൊ ലാസ്റ്റ് 15 minutes നമ്മൾ എക്സാം ആണ് നടത്തുക. അന്ന് എടുത്ത ടോപ്പിക്സ് അന്ന് തന്നെ എക്സാം നടത്തും. പിന്നെ കുട്ടികൾക്കിടയിൽ തന്നെ ഗ്രൂപ്പുകളാക്കിയിട്ട്, സബ്ജക്ട് ഗ്രൂപ്പ് ഒക്കെ ആക്കിയിട്ട് ആ ഓരോ സബ്ജക്റ്റിന്റെയും ആക്ടിവിറ്റീസും ആ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാംസും കറണ്ട് അഫയേഴ്സിന് പ്രത്യേകമായിട്ടുള്ള എക്സാംസ്, അതൊക്കെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സിന്റെ എക്സാംസും എല്ലാം, കറണ്ട് അഫയർ എപ്പോഴും ഒരു 1 year ബാക്ക് മുതലുള്ള കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്ത് പോവും. അതുപോലെ തന്നെ മന്ത്ലി 100 മാർക്കിന്റെ OMR വെച്ചിട്ടുള്ള എക്സാം ഉണ്ടാവും. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് CCMYകളിൽ നിന്ന് കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെസിലിറ്റി മാക്സിമം ഉപയോഗപ്പെടുത്തുക. നമുക്ക് ഗവൺമെന്റ് നമ്മൾക്കിത് കിട്ടുന്നത് സൗജന്യമാണ് എന്നേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ നടത്തുന്നത്. ഇതൊക്കെ തന്നെ ഗവൺമെന്റ് വലിയൊരു തുക ഇതിനു വേണ്ടി ചെലവാക്കുന്നുണ്ട്. ആരും 5 മണിക്കൂർ വെറുതെ വന്ന് ക്ലാസ് എടുക്കൂല എന്ന കാര്യം മനസ്സിലാക്കുക. ക്ലാസ് എടുക്കുന്ന ആളായാലും സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും വലിയൊരു എമൗണ്ട് ഓരോ മാസവും ഗവൺമെന്റ് ഇതിനു വേണ്ടി ചെലവാക്കുന്നുണ്ട്. അത് നമ്മളെ തുക തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് ഫീസായിട്ട് കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് സൗജന്യമായിട്ട് കിട്ടുന്നതായതുകൊണ്ട് അതിനൊരു വില കൽപ്പിക്കാതിരിക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തണം. കാരണം നമുക്ക് ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അത്രയ്ക്കും എഫക്റ്റീവ് ആയ ഒരു കാര്യം നമുക്ക് കിട്ടി. ഇപ്പൊ നമ്മളെ 2010 മുതൽ 2010 കോഴിക്കോട് ജില്ലയിലാണ് ആദ്യത്തെ CCMY കേരളത്തിൽ വരുന്നത്. ആ CCMYയിൽ അന്ന് മുതൽ പഠിച്ച കുട്ടികളിൽ നിന്ന് ഇപ്പൊ നമുക്കിപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞാലും അവിടെ ഏതെങ്കിലും ഒരു കുട്ടി, നമ്മളൊരു കുട്ടി ഉണ്ടാവും. 2000-ലധികം ആളുകള് ഗവൺമെന്റ് സർവീസിലേക്ക് പറഞ്ഞയച്ച ഒരു ഹിസ്റ്ററി കൂടി, ഒരു പൈതൃകം നമ്മുടെ കോഴിക്കോട് CCMYക്ക് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകളെ ഗവൺമെന്റ് സർവീസിലേക്ക് എത്തിച്ചത് കോഴിക്കോട് CCMY ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നതിന് ഒരു സംശയവും വേണ്ട. PSC പലപ്പോഴും മറ്റുള്ള ഒരു യങ്സ്റ്റേഴ്സിന്റെ ഇടയിലുള്ള ടോക്ക് അതാണ്, വെറുതെ ഇങ്ങനെ പഠിക്കല്ലേ കിട്ടൂലാലോ. അങ്ങനെ ഒന്നുമല്ല, പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. നമ്മളെ മുന്നിൽ ഒരുപാട് എക്സാംസ് ഇങ്ങനെ ഒന്നും എത്താതെ ബിടെക്കിനൊക്കെ ഒരുപാട് പേപ്പേഴ്സ് ബാക്ക് ഡ്രോപ്സ് ആയിട്ട് വന്നിട്ട് ഒരുപാട് കുട്ടികൾ നമ്മുടെ മുമ്പിലുണ്ട്. പല തരത്തില് 9ാം ക്ലാസ്സിൽ നിന്ന് പഠനം നിർത്തിപ്പോയ, ഇപ്പൊ കല്യാണം കഴിച്ചു പോവേണ്ടി വന്ന കുട്ടി 36ാമത്തെ വയസ്സിൽ നമ്മുടെ കൂടത്തേക്ക് തിരിച്ചു വന്നിട്ട് നമ്മളടുത്തേക്ക് വന്നിട്ട് പഠിച്ച് ഇപ്പോ ഗവൺമെന്റ് സർവീസ് ഉള്ള കുട്ടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് കിട്ടാത്തൊരു സാധനേ അല്ല. ഒരു 1 year നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. അപ്പൊ പൂർണ്ണമായ രീതിയിൽ പഠിക്കാനായിട്ട് മാറ്റി വെച്ചാൽ എന്തായാലും കിട്ടും. 6 മാസം നിങ്ങൾ കോച്ചിങ്ങിന് വരിക, 6 മാസം ഒരു കമ്പൈൻ സ്റ്റഡി. ആ 6 മാസത്തിനുള്ളിൽ തന്നെ എന്തായാലും എക്സാംസ് വരും. ആ എക്സാംസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ CCMYകളുടെ കീഴിൽ സബ് സെന്ററുകളുണ്ട്. ചില ആൾക്കാർക്ക് ശനിയും ഞായറും വരാൻ പറ്റൂല. അപ്പൊ ആ ശനിയും ഞായറും വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഞായറാഴ്ച മാത്രമായിട്ട് കൊടുക്കാനായിട്ട് സബ് സെന്ററുകളുണ്ട്. കോഴിക്കോട് CCMYയുടെ കീഴിൽ 3 സബ് സെന്റർ ഉണ്ട്. ഒരെണ്ണം നെല്ലിക്കാപ്പറമ്പിലാണ്, മറ്റൊരെണ്ണം പൂനൂരാണ്, മറ്റൊരെണ്ണം പെരുമണ്ണയാണ്. ഈ 3 സ്ഥലങ്ങളിൽ കോഴിക്കോട് CCMYയുടെ കീഴിൽ സബ് സെന്ററുകളുണ്ട്. പേരാമ്പ്ര CCMYയുടെ കീഴിൽ സബ് സെന്റർ ഇല്ല. കാരണം പേരാമ്പ്ര CCMY 2017-ലാണ് പേരാമ്പ്ര CCMY 18-ലാണ് ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞ് ആരംഭിച്ചതായതുകൊണ്ട് അതിന്റെ കീഴിൽ സബ് സെന്ററുകൾ ഇല്ല. ബാക്കിയുള്ള പയ്യന്നൂരിന്റെ കീഴിലും പെരിന്തൽമണ്ണ കീഴിൽ 6 സബ് സെന്ററുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് എല്ലാ CCMYയുടെ കീഴിലും സബ് സെന്ററുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞായറാഴ്ച മാത്രമേ വരാൻ പറ്റൂ എന്നുള്ള ആളുകളാണെങ്കിൽ ഈ സബ് സെന്ററുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. മറ്റ് CCMYകളിൽ ഹോളിഡേ ബാച്ച് ശനിയും ഞായറും ഉണ്ട്.
ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ കോൾ ഫോർ ചെയ്ത ടൈമാണ്. ഡിസംബർ 20 ലാസ്റ്റ് ഡേറ്റ്. ഡിസംബർ 20 ഉള്ളിൽ നിങ്ങളുടെ SLCയുടെ ഒരു കോപ്പിയും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിട്ട് നിങ്ങൾ ഇപ്പൊ പുതിയറയാണ് വരുന്നതെങ്കിൽ കോഴിക്കോട് CCMY സ്ഥിതി ചെയ്യുന്നത് പുതിയറ കസബ പോലീസ് സ്റ്റേഷന്റെ അടുത്താണ്. ആ പുതിയറ കസബ പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള അവിടെ വന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ അവിടുന്ന് വാങ്ങാം, എന്നിട്ട് അപ്ലൈ ചെയ്യാം. ഇനി CCMY എന്നെ കേൾക്കുന്നുണ്ടല്ലോ ഓക്കെ അല്ലേ? മാഡം, സൗകര്യത്തിന് ആ വേണ്ടി ഞാനത് ആ പ്രസന്റേഷന്റെ ഓ ഭാഗം ആയിക്കോട്ടെ എടുത്ത് ഞാൻ ആയിക്കോട്ടെ. ഇവിടെ ഓക്കെ, ചെയ്തിട്ടുണ്ട്. നന്നായി നന്നായി. അപ്പോൾ ഇനി അവിടെ നേരിട്ട് വരാന് വന്നിട്ട് അപേക്ഷ തരണം എന്നാണ്. ഇൻ കേസ് നിങ്ങൾക്ക് 20-ാം തീയതിക്ക് ഉള്ളിൽ അവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഇതാ ഇതില് സാറ് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാം ഇങ്ങനെ വരാൻ പറ്റാത്തത് കൊണ്ടാണ്, ഒന്ന് അവിടെ ആപ്ലിക്കേഷൻ എഴുതി വെക്കാമോ എന്ന് ചോദിച്ച് വിളിച്ചു കഴിഞ്ഞാൽ ഓഫീസ് ടൈമിലായാൽ ഞാൻ ആപ്ലിക്കേഷൻ അവിടെ നിങ്ങളുടെ വിധിയുടെ അവിടെ വെച്ചോളാം. എന്നിട്ട് നിങ്ങൾ ഡിസംബർ 23 തിങ്കളാഴ്ച രാവിലെ 10 മണിയാകുമ്പോഴേക്ക് വരിക. ഒരു അഡ്മിഷൻ പ്രൊസീജിയർ ആണ്. അപ്പൊ അതിനായിട്ട് ഡിസംബർ 23 രാവിലെ 10 മണിയാകുമ്പോഴേക്ക് നമ്മുടെ സെന്ററിൽ വരിക. പിന്നെ ജാനുവരി 1 നമ്മുടെ റെഗുലർ ബാച്ചും ജാനുവരി 4 ശനിയാഴ്ച ഹോളിഡേ ബാച്ചും സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ്സുകൾ തുടങ്ങും. അപ്പോൾ ജാനുവരി റെഗുലർ ബാച്ച് ആണെങ്കിൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ബാച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജാനുവരി 1 നിങ്ങൾ വരിക. എന്നിട്ട് അന്ന് പിന്നെ ജാനുവരി 4 ഹോളിഡേ ബാച്ച് സാറ്റർഡേ തുടങ്ങുന്നത്. 23 മുൻപ് എന്തായിരുന്നു ചോദിച്ചേ? പേരാമ്പ്ര ഷർബിന ഫാത്തിമ. ആ കുട്ടി ചോദിച്ചത് 23 മുമ്പ് വരാൻ 23 മുമ്പ് പറ്റില്ല എന്നാണ്. 23 മുമ്പ് വരാം. മുമ്പ് വന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് 23 തിങ്കളാഴ്ച എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയോ ശനിയോ ആയിട്ട്, അതിന് മുമ്പത്തെ വെള്ളിയോ ശനിയോ ആയിട്ട് വന്നിട്ട് അഡ്മിഷൻ എടുത്തിട്ട് പോകാം. ഓക്കെ. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എല്ലാം നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തരാൻ ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഒന്നും ഒരു തരത്തിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലൊന്നും ഒരു കാര്യങ്ങൾ ഉണ്ടാവില്ല. എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു തരും. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇങ്ങനത്തെ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്താനാണ് നോക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മളല്ലാതെ വേറെ ആരോ ഉപയോഗപ്പെടുത്തുക. എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് നെവർ നോക്ക് ട്വൈസ് എന്നാണ്. എപ്പോഴും നമുക്ക് അതിന്റെ അവസരം കിട്ടിക്കൊള്ളുന്നില്ല. ഓൺലൈനായിട്ട് പ്രോഗ്രാം ഇല്ല, ഓഫ്ലൈൻ മാത്രമേ ഉള്ളൂ. ഓൺലൈനായിട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു, കോവിഡ് ടൈമിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓൺലൈൻ പ്രോഗ്രാംസ് ഇല്ല, ഓഫ്ലൈൻ ആണുള്ളത്. അപ്പൊ അങ്ങനെ ഈ കോച്ചിങ്ങിനെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. കോട്ടയം ഉണ്ട്, കോട്ടയത്തുണ്ട്. പട്ടാമ്പിയുള്ള ആളുടെ നമ്പർ ഷെയർ ചെയ്യണോ? ഞാൻ എൻ്റെ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഓരോ ജില്ലയിലെ ആളുകളുടെ നമ്പർ ഷെയർ ചെയ്യാം. ഓരോ ജില്ലയിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന നമ്പേഴ്സ് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ അത് ആ PPTയിൽ ഉണ്ടായിരുന്നു. PPT എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ അപ്പൊ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെയുള്ള ആളുകളെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നടത്തുന്ന മറ്റ് പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഇപ്പൊ PSC ആസ്പിറൻസ് ആണ് നിങ്ങൾ എല്ലാവരും. അല്ല, പിന്നെ നമ്മൾ സ്കൂൾ തലത്തിൽ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് തലത്തിലൊക്കെ തന്നെ കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്, പാസ്വേഡ് എന്ന പേരിൽ. പിന്നെ ഉള്ളത് പാത്വേ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പ്രോഗ്രാമാണ്. പാത്വേ സോഷ്യൽ ലൈഫ് വെൽനസ് പ്രോഗ്രാം എന്ന പേരിൽ. അത് കോളേജുകളും അതുപോലെ തന്നെ മഹല്ല് കമ്മിറ്റി അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിലൂടെയാണ് നടത്തുന്നത്. അത് താല്പര്യമുള്ള ആളുകളും ഈ വർഷത്തെ ആപ്ലിക്കേഷൻ ടൈം കഴിഞ്ഞു. ബാക്കിയുള്ള ഇനിയിപ്പോ അടുത്ത വർഷമാണ് ഉണ്ടാവുക. അപ്പൊ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പാസ്വേഡിൻ്റെതും പ്രോഗ്രാമിന്റെ ആപ്ലിക്കേഷൻ ടൈം കഴിഞ്ഞു. പ്രോഗ്രാംസ് ഒക്കെ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മാർച്ചിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ പ്രോജക്ട്സ് ഒക്കെ തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഏറ്റവും പ്രധാനം ഈ ഒരു PSC കോച്ചിങ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നതും ഇത് തന്നെയാണ്. അപ്പൊ നന്നായിട്ട് നല്ലൊരു ജോലി, ഇപ്പോ ഗവൺമെന്റ് ജോലിന്റെ ഇമ്പോർട്ടൻസ് നമ്മളെല്ലാവരും ഈ കോവിഡ് ടൈമിലൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്.
ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ്. പല മേഖലയും പല പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചപ്പോഴും ഗവൺമെന്റ് ജോബ് ഉള്ള ആളുകൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല. അവർക്ക് കൃത്യമായിട്ട് വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റി. അതുകൊണ്ട് സെക്യൂർ ആയിട്ടുള്ള ജോബ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എപ്പോഴും വളരെ കുറഞ്ഞ സമയത്ത് വലിയൊരു തുക സ്വരൂപിക്കുന്നതിനെ പറ്റിയാണ് നിങ്ങൾ റീൽസിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ അതൊന്നും ശാശ്വതമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും നമ്മുടെ എല്ലാവരും ലൈഫ് സെക്യൂർ ആയിരിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളൂ. ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് നേടിയതിനു ശേഷം നിങ്ങളുടെ അങ്ങനെയുള്ള ടാലൻസിനെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നല്ല കോച്ചിങ്, കൃത്യമായ കോച്ചിങ് കിട്ടാനായിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നിങ്ങൾ സമീപിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ കാര്യങ്ങൾ, ഇപ്പോൾ പലരും ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ഇപ്പൊ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും കൂടെ, ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റ് അടുത്തൊരു കോളേജ് ലൈഫും കൂടെ കിട്ടുകയാണ് എന്ന കാര്യം മനസ്സിലാക്കുക. പലരും കോളേജിൽ നിന്ന് വിട്ടുപോയ ആളുകള് പിന്നെ പൂർവാധികം ശക്തിയോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്ത് പോകാനുള്ള ഒരു അവസരവും കൂടി ഉണ്ട്. നമ്മളെല്ലാ സെലിബ്രേഷൻസും ഉണ്ടാവും. ഓണം, വിഷു, പെരുന്നാളും ഒക്കെ തന്നെ എല്ലാം, ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ടീമും കൂടിയാണ്. അതുപോലെ തന്നെ പിന്നെ ടൂർ ഉണ്ടാവും എല്ലാ 6 മാസം കഴിയുമ്പോഴും. ഒരു ചെറിയൊരു ടൂർ, ഒരു വൺ ഡേ ടൂറൊക്കെ അല്ലേ എല്ലാ കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു ടൂറും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല എൻജോയ്മെന്റ് ആയിട്ട് അതും കൂടെ നമുക്ക് ഇതിലൂടെ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് കോളേജ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം ഒരു ക്യാമ്പസ് ലൈഫും കൂടെ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കൃത്യമായിട്ട് ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരുപാട് അപ്ലിക്കൻസ് ഉണ്ട്. അപ്ലിക്കൻസിന്റെ എണ്ണം നല്ലോണം കൂടുതലുണ്ട്. മാക്സിമം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നു. പലപ്പോഴും വരാന്തയിലൊക്കെ ഇരുന്നിട്ട് കുട്ടികൾ പഠിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മാക്സിമം ആളുകളെ അക്കോമഡേറ്റ് കിട്ടുന്നത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസിനൊക്കെ ബുദ്ധിമുട്ടാണ്, പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു മാർക്ക് ഒരാൾക്ക് കിട്ടിയാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അത്രയും ആൾക്കാർക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കാറുണ്ട്. മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് മക്കൾ നോക്കണം, ശ്രദ്ധിക്കുക. അപ്പോ ഡേറ്റ് ശ്രദ്ധിക്കുക, December 20 നമ്മൾ ലേറ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് അപ്ലിക്കൻസ് ഉള്ളത് കൊണ്ട് തന്നെ ലേറ്റ് ആയിട്ട് കഴിഞ്ഞ് വരുമ്പോഴേ അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഇരിക്കാൻ ചെയറില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ വേഗം പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ബാക്കിയുള്ള എല്ലാ ജില്ലയുടെയും ഈ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. എന്തെങ്കിലും ഡൗട്ട് ഓക്കെ മാഡം. ഉണ്ടെങ്കിൽ ഓക്കെ, അതിന് ടൈം പിന്നെ കൊടുക്കാം അല്ലേ. വെബ്സൈറ്റ് അഡ്രസ് കൂടെ, വെബ്സൈറ്റ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു വെബ്സൈറ്റ് ID അഡ്രസ് കൂടെ www. ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അതെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. www.minorityWelfare.gov.in. ഓക്കെ, minorityWelfareKerala.gov.in. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മൈനോറിറ്റി വെൽഫെയർന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ കേരളയുടെ വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റും. വളരെ ആക്സസിബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിലും ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് CCMYകളിലേക്ക് കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ആക്കിയാലും മതി. SLCയുടെ കോപ്പി കൊണ്ടുവരാം അതിന്റെ കൂടെ. ഓക്കെ മാഡം, താങ്ക് യു. അപ്പൊ മലപ്പുറം ഡീറ്റെയിൽസ് പ്ലീസ് എന്ന് പറഞ്ഞ് എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചുതരാം. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ താങ്ക് യു വെരി മച്ച്. ഇനി കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മാഡം അവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ ഉണ്ടാവും, ഞാൻ ഓൺലൈനിൽ ഉണ്ടാവും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇറ്റ് വാസ് എ നൈസ് സെഷൻ. അപ്പോ ഇതിന്റെ കൂടെ മാഡം ഇപ്പം പറഞ്ഞു കമ്പൈൻഡ് സ്റ്റഡിയുടെ ഗുണം. കുറെ പേര് ഒരുമിച്ചിരുന്ന് ഒരേ ലക്ഷ്യത്തിലേക്കുള്ള ആളുകൾ പഠിക്കുമ്പോൾ അതിന് ഒരുപാട് മെച്ചങ്ങളുണ്ട്. അതിൻ്റെ കൂടെ സോഴ്സ് മെറ്റീരിയൽ കൂടെ കിട്ടുന്ന സ്ഥലമാണെങ്കിലോ, ചില വായനശാലകളോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ട്. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, ഇരുന്ന് ശാന്തമായിരുന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മലപ്പുറത്തൊരിടത്ത് ഇവിടെ ഒരു റംല ബീവി എന്ന് പറയുന്നൊരു മാഡത്തിനെ നമ്മളതിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് മലപ്പുറം സിജിയുടെ സെൻ്ററാണ്. അപ്പോൾ ആ മലപ്പുറം സിജിയിൽ ഇരുന്നിട്ട് കുറേ പേരിങ്ങനെ അവിടെ ഇരുന്ന് വായിച്ചിട്ട് കമ്പൈൻഡ് സ്റ്റഡി നടത്തിയിട്ട് പോകുന്ന ഒരു ടീമുണ്ട്. അപ്പം മാഡം ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന പൊസിഷനിലാണെങ്കിൽ റംല മാഡം ഒന്ന് ആ ലൊക്കേഷൻ, നമ്മുടെ സിജിയുടെ മലപ്പുറം ഓഫീസിൻ്റെ ലൊക്കേഷൻ, അവിടെ കോച്ചിങ് നടക്കുന്നു എന്നല്ല, നടത്താറുണ്ട്. പക്ഷേ അവിടെ ഇതുപോലെ കമ്പൈൻഡ് ആയിട്ട് സീരിയസ് ആയിട്ട് പഠിക്കുന്ന കുറേ പേരുണ്ട്. മാഡം റംല മാഡം കേൾക്കാൻ പറ്റുന്നുണ്ടോ?
സർ യെസ്. ഒന്ന് ഓപ്പൺ ചെയ്ത് ആ ലൊക്കേഷനും ഓക്കെ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു, അവിടെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും ഓക്കെ. ഒക്കെ ഒന്ന് ഗുഡ് പറഞ്ഞു. മോർണിംഗ് ആൾ. അപ്പം സാർ പറഞ്ഞത് ഇപ്പം നസീറ മാം പറഞ്ഞല്ലോ നിങ്ങൾക്ക് 6 മന്ത് കോച്ചിങ് തരും CCMY. അപ്പം ഒരു പക്ഷേ ഒരു 6 മന്ത് കോച്ചിങ് കൊണ്ടൊന്നും നമുക്ക് ഒരു PSC എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ആ 6 മന്ത് കോച്ചിങ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് CCMY നമുക്ക് ചിലപ്പം ഒരു കുട്ടിക്ക് ഒരു പ്രാവശ്യമായിരിക്കും അഡ്മിഷൻ, പിന്നെ സെയിം കുട്ടികൾക്ക് തന്നെ അവര് അഡ്മിഷൻ ആയിട്ട് തരില്ല, സൗകര്യം ഉപയോഗപ്പെടുത്താം. അങ്ങനെ CCMY വേറെ ഏതെങ്കിലും കോച്ചിങ് സെന്ററിനോ അങ്ങനെ കോച്ചിങ് എടുത്ത ആളുകൾക്ക് അവർക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ പോലെ കുട്ടികളുള്ളവര്, വീട്ടിലെ വിരുന്നുകാര്, വീട്ടിലെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് എങ്ങനെ രാവിലെ 9 മണിക്ക് ഇരിക്കണം എന്ന് വിചാരിച്ചാലും 9, 10, 11, 12 കഴിഞ്ഞ് വൈകുന്നേരം 5 ആവല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഉള്ള ആളുകൾക്ക് ഈ ഒരു കോച്ചിങ് എടുത്തു, അവര് ഒന്ന് കോൺഫിഡൻസ് ആയി, പിന്നെ വേണ്ടത് അവർക്ക് കണ്ടിന്യൂസ് പ്രോസസ്സുകളാണ്, വർക്കൗട്ടുകളും പ്രാക്ടീസ് ചെയ്യലൊക്കെ. അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് ഇപ്പം അവിടെ ഉള്ളത്. കോച്ചിങ് ഒക്കെ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം നിലവിൽ ഇപ്പം റൺ ചെയ്യുന്ന കോച്ചിങ്ങുകളില്ല. അപ്പൊ ഇതേപോലുള്ള നിങ്ങൾ CCMY പോയി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സൗകര്യം ഉപയോഗപ്പെടുത്താം. അവിടെ വന്നിരുന്ന് അവിടെ അതേപോലെ നല്ല ലൈബ്രറിയും മെറ്റീരിയലും ഒക്കെ അതുണ്ട്. അപ്പം CCMY കോച്ചിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ പിന്നെയും അവിടെ പോകാനാണ് ബുദ്ധിമുട്ടെങ്കിൽ ഇവിടെ വരാം. അങ്ങനെ ഉപയോഗപ്പെടുത്താനാണ് CCGയുടെ മലപ്പുറം ഓഫീസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാം. അത് മലപ്പുറം കുന്നുമ്മൽ ആണ് ഉള്ളത്. കുന്നുമ്മൽ KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെയാണ് ഓഫീസ് ഉള്ളത്. KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് അവിടെ ടൗൺ ഹാൾ ഉണ്ട്. ടൗൺ ഹാളിന്റെ തൊട്ടടുത്ത് ഫായദ ടവർ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ് CGയുടെ ഓഫീസ് ഉള്ളത്. ഞാൻ കോൺടാക്ട് നമ്പറും അഡ്രസ്സും ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതേപോലെ തന്നെ മലപ്പുറത്തുള്ള ആളുകൾക്ക് കരിയർ ഗൈഡൻസിന് വേണ്ടി ചേവായൂർ പോകണമെന്നില്ല. മലപ്പുറം ഓഫീസിലും ചേവായൂർ HQ പോലെ തന്നെ ഫുൾ ടൈം കരിയർ കൗൺസിലേഴ്സ് ഉണ്ട്. അതും നിങ്ങൾക്ക് ആ ഒരു നമ്പർ ത്രൂവും അഡ്രസ് ത്രൂവും ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ അതാണ് മലപ്പുറത്തെ സൗകര്യങ്ങൾ. അതുപോലെ സാർ. ഓക്കെ മാഡം, താങ്ക് യു. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇതിൽ ഇട്ട് കൊടുത്താൽ കുട്ടികൾക്ക് അവിടെ ഓക്കെ. ഇപ്പോ ഫായിദ ടവർ അല്ലേ? ഫായദ ടവർ കുന്നും ഞാൻ ഇടാം. ഫായിദ ടവർ കുന്നുമ്മല് ടൗൺ ഹാളൊക്കെ കഴിഞ്ഞാൽ ഉടനെ അവിടെയും ഈ സിറ്റിയുടെ നടുവിൽ അതേസമയം ശാന്തമായ സ്ഥലമാണ്. അവിടെ ഇരുന്ന കുട്ടികൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്നത് കാണാറുണ്ട്. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ, അവിടെ ഇരുന്ന് പഠിച്ച് റിസൾട്ട് വാങ്ങിയ ഇരുന്ന് അവിടെ കോച്ചിങ് ഫ്രീ കൊടുക്കുന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അടുത്ത മാസമുണ്ട്. മറ്റ് കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. അവിടെ കുസാറ്റിൽ ഫില്ലായതൊക്കെ അപ്പം ഞാൻ പറഞ്ഞു. ഇവിടെ ഇരുന്ന് പഠിക്കുന്ന സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന കുറേ പേരുണ്ട്. വളരെ നല്ല അറ്റ്മോസ്ഫിയറിൽ. കാരണം ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി വരുന്ന ആളുകൾ ഒരുമിച്ചിരിക്കുമ്പോഴാണല്ലോ. മലപ്പുറം കോച്ചിങ് സെൻറ്റർ ഡീറ്റെയിൽസ് പ്ലീസ് ഫിനൂബ ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് തരും. നമ്മുടെ മേഡം ഇപ്പം പോസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ ഇന്ന് കുറെ കൂടെ പ്രസൻറ്റേഷൻ, ഇതൊരു കണ്ടിന്യൂസ് പ്രോഗ്രാം ആണല്ലോ. അപ്പോൾ ഈ കണ്ടിന്യൂസ് പ്രോഗ്രാം ആയതുകൊണ്ട് ഇത് വീണ്ടും നമുക്ക് തുടരും അടുത്ത ആഴ്ച. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച അത്ര ഇന്ന് പോകുന്നില്ല. ഇത് ഈ സീരീസിൽ രണ്ടാമത്തെയാണ്. ഇനിയും തുടർന്നുള്ള ആഴ്ചകളിൽ മറ്റു പല വിഷയങ്ങളുണ്ടാവും, ഇതും തുടരും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് നിർബന്ധമായിട്ടും കാണിക്കേണ്ട 1-2 സ്ലൈഡ് മാത്രം കാണിച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയല്ല, നമ്മുടെ ചോദ്യോത്തരം പോലുള്ള സാധനങ്ങളിലേക്ക് പോകും. ഇങ്ങനെ മറ്റുള്ള സെൻറ്റേഴ്സ്, CCMYയുടെ കോച്ചിങ് സെൻറ്റേഴ്സ് മൊത്തത്തിൽ മേഡം കാണിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ചെയ്തു പോവുകയാണ്. ഇത് മാഡം നേരത്തെ പറഞ്ഞാണ് കൊടുങ്ങല്ലൂരിൻ്റെ. അപ്പോൾ കൊടുങ്ങല്ലൂർ ഇതുപോലെ നോട്ടിഫിക്കേഷൻ ഇറക്കിയാണ്. PSCയുടെ കാര്യത്തിൽ നിങ്ങൾ ഇനിയും 1 ടൈം രജിസ്ട്രേഷൻ, ഇത് PSC എന്നുള്ളത് SSC എന്നും കൂടെ ഓർത്തോളൂ കേട്ടോ. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷയ്ക്ക് മാത്രം അപേക്ഷിക്കുകയും അത് മാത്രം എഴുതുകയും ചെയ്യുമ്പോൾ അത് വരുന്നത് വർഷങ്ങൾ ചേരുമ്പോഴൊക്കെയാണ് പരീക്ഷ. കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം, CHSLE, ഡിഗ്രി ഉണ്ടെങ്കിൽ CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ആ സമയത്ത്
സമയബന്ധിതമായിട്ട് നടക്കുന്നുണ്ട്. കേരള PSC വളരെ ടൈം എടുത്താണ് ചെയ്യുന്നത്. ഓരോന്നിൻ്റെ ഓരോ രീതിയാണ്. അപ്പോൾ അതുകൂടെ നമ്മൾ കൃത്യമായിട്ട് എഴുതി നോക്കിയാൽ കുറച്ചുകൂടെ. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തണം, പരീക്ഷ നോട്ടിഫിക്കേഷൻ ഇറക്കും, അത് കാണണം. എങ്ങനെ കാണും? സിജിയുടെ ഗ്രൂപ്പുകളിൽ ചേരാനുള്ള നമ്പറൊക്കെ നേരത്തെ ഇവിടെ യാസിൻ സാർ ഷെയർ ചെയ്തിരുന്നു. അതിലിട്ടാൽ നിങ്ങൾക്കത് കാണാം. പിന്നെ വാർത്താമാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. പത്രങ്ങളിൽ എഡ്യൂക്കേഷൻ പേജുകൾ, തൊഴിൽ പേജുകൾ നോക്കണം. പിന്നെ ഓൺലൈനാണ് ആപ്ലിക്കേഷൻ. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക, ഉത്തര സൂചിക പ്രസിദ്ധീകരിക്കുക, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, നിയമന ശുപാർശ. ഇതെല്ലാം കൂടാതെ ഹോൾ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യുക മാത്രമല്ല, അതിനു മുമ്പ് നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യണം. അങ്ങനെ അതൊക്കെ, കാരണം പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള കണ്ടിന്യൂസ് ശ്രമം, GK, ജനറൽ ഇംഗ്ലീഷ്, സിമ്പിൾ എരിത്മാറ്റിക്, മെന്റൽ എബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട്. പിന്നെ കുട്ടികളെ LSS, USS മുതലുള്ള എല്ലാത്തിനും പങ്കെടുപ്പിക്കുമ്പോൾ, ഇപ്പോൾ USS LSS വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ അവർക്ക് ഇതേ PSCയുടെ ബാലപാഠങ്ങളാണ്. അതിനെ അങ്ങ് തുടർന്ന് കൊണ്ടുപോകണം. USS പഠിപ്പിക്കാൻ നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, അനിയനെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിലുള്ള അറിവ് കൂടെ കിട്ടുന്നത്. ഇങ്ങനെ ഒരു കലക്റ്റീവ്, ഒരു കണ്ടിന്യൂസ് എഫേർട്ട്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ എടുക്കാൻ ഏറ്റവും മനോഹരമായ വഴി ബുക്ക് പഠിക്കണം എന്ന് നേരത്തെ മാഡം പറഞ്ഞു. ആ ബുക്ക് ഇപ്പോൾ കിട്ടുക എന്നുള്ളതൊരു പ്രശ്നമേ അല്ല. സമഗ്ര പോർട്ടൽ, ആ സമഗ്ര പോർട്ടൽ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ഇന്ന് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് വരാം. സ്റ്റഡി മെത്തേഡ്, നോട്ടിഫിക്കേഷൻ, അതിൻ്റെയൊക്കെ ഉള്ള ആ കോഴ്സിൻ്റെ ഒരു ലേൺ ടു ലേൺ മെത്തേഡിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ പോയിരുന്നു. അന്നൊരു ചോദ്യമൊക്കെ ചോദിച്ചത് ഉത്തരം കിട്ടിയവരും കിട്ടാത്തവരായിട്ടുള്ള വ്യത്യാസം നിസ്സാരമായ കാര്യം, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വരെയുള്ളത്. ഏതായാലും ഇനി നിങ്ങളുടെ സംശയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സമയമാണ്. അപ്പോൾ സംശയങ്ങൾ ഓൺലൈനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ യാസിൻ സാർ വായിക്കണം, എങ്കിൽ അതിന് പറയാം. അതല്ലാതെ നമുക്ക് സമഗ്ര പോർട്ടലാണോ? സമഗ്ര എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ പുസ്തകങ്ങളെ ലഭ്യമാക്കാനുള്ള പോർട്ടലാണ്. SCERTയുടെ സമഗ്ര ബുക്സ് എന്ന് അടിച്ചാൽ അതങ്ങ് വരും. അതിൽ നിങ്ങൾക്ക് 1 മുതൽ 12 വരെയുള്ള എല്ലാ പുസ്തകങ്ങളും ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ PSC ചോദിക്കുന്ന പല ചോദ്യങ്ങളും 9ലോ 10ലോ ഒക്കെ ക്ലാസ്സുകളിലുള്ള അതേ സാധനം 9ാം ക്ലാസ് പാസ്സായവരില്ല, എല്ലാവരും ഞാൻ ഉൾപ്പെടെ ആണ്. ഇപ്പം ആ പുസ്തകങ്ങൾ ഒന്ന് എടുത്തിട്ട് നിങ്ങൾ ആ ഇംഗ്ലീഷിൽ എക്സർസൈസിൻ്റെ ഭാഗം, ഫോർ എക്സാമ്പിൾ പറയാണ്, ഒന്ന് എടുത്തു നോക്കിയാൽ ഞെട്ടിത്തരിച്ചു പോകും. ഞാൻ തന്നെയാണോ ഇത് പാസ്സായത് എന്ന്. കാരണം നമ്മൾ ഈ കഥകൾ ഭാഷ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ പോകുന്നവരാ, അതിൽ കണ്ടന്റ് പഠിച്ചിട്ടില്ല. അപ്പോൾ ആ കണ്ടന്റൊക്കെ വീണ്ടും എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് ഇന്ത്യ ചരിത്രം കംപ്ലീറ്റ് നമ്മൾ പഠിച്ചാണ്. പ്രസവനെ ദൈവമേ, 10 വരെയുള്ള പഠിക്കുന്നുണ്ട്. +2 ഹ്യൂമാനിറ്റീസ് ആയാലും ഒന്നുകൂടി ഡീറ്റെയിൽ പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇൻ എ നട്ട്ഷെൽ, ഏത് ബുക്ക് വാങ്ങി പഠിക്കുന്നതിനേക്കാളും വളരെ സമഗ്രമായിട്ട് പഠിക്കാനുള്ള സാധനമാണ് ഈ സമഗ്ര. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ ഏതെങ്കിലും വേറെ വന്നിട്ടുണ്ടോ? വാട്ട് ഈസ് ഹയസ്റ്റ് സാലറി പൊസിഷൻ ഇൻ PSC? അതൊന്നും ഒരു ചോദ്യമല്ല. നിങ്ങളെല്ലാ നോട്ടിഫിക്കേഷനും കാണും. വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ അബ്ദുൽ ജലീൽ സാബ്? യൂട്യൂബിൽ സ്ഥിരമായിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന പല സുഹൃത്തുക്കളും. ഓക്കെ, MBA-കാരന് ഹയസ്റ്റ് സാലറി കഴിഞ്ഞ തവണ കോഴിക്കോട് IIM-ൽ നിന്ന്, PSC അല്ല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് MBA കഴിഞ്ഞ ആൾക്ക് കഴിഞ്ഞ കൊല്ലം കിട്ടിയ ഹയസ്റ്റ് സാലറി പെർ ആനം 6.2 ലക്ഷം, 62 ലക്ഷം, ഒരു മാസം 5 ലക്ഷത്തിൽ കൂടുതൽ. അത് പ്രൈവറ്റ് മേഖലയിലാണ് അങ്ങനെ സാലറി. അതേസമയം അത്ര നിലവാരമില്ലാത്ത MBA പഠിപ്പിക്കുന്ന കോളേജുകളിൽ 1 ലക്ഷമൊക്കെ മന്ത്ലി കിട്ടിയവരുണ്ട്, 50,000 കിട്ടുന്നവരുണ്ട്, 30,000 കിട്ടുന്നവരുണ്ട്. ഒരു ശമ്പളവും കിട്ടാതെ സർട്ടിഫിക്കറ്റ് കിട്ടി പിന്നീട് നമ്മൾ ജോലി തേടേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട്
കരിയർ വിവരം ശേഖരിക്കുന്ന ആളുകൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സാധനം പറയും, ഇത്ര മുതൽ ഇത്ര വരെ ശമ്പളം കിട്ടും. PSC, SSC, UPSC ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നോട്ടിഫിക്കേഷനിൽ അതിൻ്റെ പേ സ്കെയിൽ കാണിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണ്, CGL ഞാൻ നേരത്തെ പറഞ്ഞ കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം 49,900, പിന്നെ 1.5 ലക്ഷം വരെ അതിൻ്റെ സീലിംഗ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 49,900 കിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അൻവർ സാർ 53% ഇപ്പോഴത്തെ DA. അൻവർ സാർ സെൻട്രൽ ഗവൺമെൻറ്റിൽ എഞ്ചിനീയറായിട്ട് യെസ് സർ, യെസ്. 53% DA. പിന്നെ കേരളത്തിലെ HR കേട്ടില്ല. സാറൊക്കെ കൃത്യമായിട്ട് നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. അല്ല, കൃത്യമായിട്ട് ശമ്പളം ഇവര് ഇതാണല്ലോ ചോദിക്കുന്നത്. തീർച്ചയായും. പിന്നെ ഞാൻ പണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് DA വാങ്ങിയ ആളാണ്, അതുകൊണ്ട് എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. കേരളത്തിലേക്ക് വന്ന വകയിൽ എത്ര നഷ്ടം വന്നിട്ടുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ 53. അതുകൂടാതെ കേരളത്തിൽ എത്ര HR? 10 അത് ഓരോ പിന്നെ സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടല്ലോ. ക്ലാസ് ബി, ക്ലാസ് സി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വലിയ നഗരത്തിൽ വലിയ HR. അപ്പൊ ചുരുക്കത്തിൽ ഈ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ ഇദ്ദേഹത്തിന് സ്റ്റാർട്ടിങ് തന്നെ 90,000 രൂപയൊക്കെ തുടക്കത്തിൽ കിട്ടും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കോ പിന്നെ ആനുകൂല്യങ്ങളുടെ പെരുമഴയാണ്. അൻവർ സാറൊക്കെ കാശ് എവിടെ വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വേവലാതിപ്പെട്ടിട്ട് എന്നെ കണ്ടാൽ എൻ്റെ പോക്കറ്റിൽ കുറച്ച് ഇട്ട് തരാമെന്ന് വിചാരിച്ച് നടക്കുകയാണ്. അങ്ങനെ വലിയ ശമ്പളം അങ്ങനെ കിട്ടും. പക്ഷെ നമ്മൾ PSCക്ക് ഒരു നിശ്ചിത തുകയുണ്ട്. ഇപ്പോൾ PSC +2 ലെവൽ എക്സാം നോട്ടിഫിക്കേഷൻ ഉണ്ടോ? ഓക്കെ, ഇത് നിങ്ങൾ എല്ലാ നോട്ടിഫിക്കേഷനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. +2 ലെവലിൽ നോട്ടിഫിക്കേഷൻ SSCയുടേത് വൈകാതെ വരും. പക്ഷേ എന്ന് നോട്ടിഫിക്കേഷൻ വരും എന്ന് മുൻകൂട്ടി ചോദിക്കുന്ന ഒരു രീതി നമുക്കുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പറയാം, നമ്മൾ ജോലി കിട്ടാനുള്ള ആ ട്രാക്കിലല്ല എന്നർത്ഥം. ഇതൊക്കെ ഞാൻ അറിയും. ഹൗ ടു ക്യാച്ച് യുവർ ഓൺ ഫിഷ്. നിങ്ങൾ സ്വയം ഈ വിവരങ്ങൾ എങ്ങനെ കളക്ട് ചെയ്യും, എങ്ങനെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ നോക്കും, എങ്ങനെ പത്രങ്ങൾ വായിക്കും, ഈ സ്റ്റൈലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സിജി പോലുള്ള ബിസിനസ് അല്ലാത്ത ഒരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തം. ബിസിനസ് സ്ഥാപനക്കാർ ഞങ്ങൾ പറഞ്ഞുതരും, എല്ലാം ഞങ്ങളിലൂടെ മാത്രം. ഇവിടെ അതാണ്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ചേർന്നോളൂ, സ്വയം നോക്കുകയും ചെയ്യാം, സ്വയം പ്രിപ്പറേഷൻ വേണം എന്ന് എടുത്ത് പറയുന്നത്. കാരണം ബിസിനസ് മോട്ടീവുള്ള ആളുകളാണ് ഇതിങ്ങനെ വിവരം ഞാൻ പറഞ്ഞു തരുന്ന വിവരം മാത്രം മതി എന്നൊക്കെ. ഇപ്പോൾ PSC അല്ലാതെ കേരളത്തിൽ ഹൈക്കോർട്ടിൽ അസിസ്റ്റൻറ്റ് ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യുന്ന അത് PSC അല്ല, അവരെ വിളിക്കുന്നത് റെയിൽവേ, വിളിക്കുന്ന റെയിൽവേ ആണ്. പിന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റിലുള്ള പോസ്റ്റുകൾ അത് അവരാണ് വിളിക്കുന്നത്. അപ്പോൾ ഇന്ന സമയത്ത് വിളിക്കുമെന്ന് മുൻകൂട്ടി പറയുന്നതിന് പകരം നിങ്ങൾ എന്തിനും റെഡിയാണ്. മെൻ്റൽ എബിലിറ്റി, റീസണിങ്, GK, കറണ്ട് അഫയേഴ്സ്, ഇതിനൊക്കെ റെഡിയാണ്. ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷൻ അറിയാനും നിങ്ങൾ റെഡിയാണ്. മൊഫീദ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇതിലേക്ക് കൊണ്ടുവരാൻ വീണ്ടും പരാമർശിക്കാൻ സാധ്യമായത്. താങ്ക് യു മൊഫീദ. അതുകൊണ്ട് അബ്ദുൽ ജലീലും ഒക്കെ തന്നെ. ഓക്കെ, ഇതിന് മാഡം ഒരു ചോദ്യം, ഹിന്ദു OEC കാറ്റഗറി ഉള്ളവർക്ക് CCMY വഴി PSC കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ടോ? ഒരു മറുപടി കൊടുക്കാവോ? OECക്കാർക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. എന്താന്ന് വെച്ചാൽ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഈ ഫെസിലിറ്റി ഉള്ളത്. അപ്പൊ മൈനോറിറ്റി വിഭാഗത്തിന്റെ പുറമെയുള്ള ആളുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനോറിറ്റിക്കാർക്ക് കൊടുത്തതിന് ശേഷം OEC OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നമുക്ക് അതിന് അത്രയും അവർക്ക് കൊടുത്ത അവരുടെ സീറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല. എന്തായാലും ചെയറിട്ട് ഇരുന്നാൽ മതിയല്ലോ നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് അതിന് നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ, നമുക്ക് നോക്കാം, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ മാഡം, താങ്ക് യു. യാസിൻ സർ എന്തെങ്കിലും പിന്നെ ഉണ്ടോ? മാഡം നമ്പറുകളൊക്കെ ചാറ്റ് ബോക്സിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓരോ അല്ല നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള നമ്മുടെ വെബ്സൈറ്റിൽ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ക്വസ്റ്റ്യൻസ് ഒരു 1-2 വന്നിട്ടുണ്ട് സർ. അതോ അതാണ് എടുക്കും. ഓക്കെ, ഒന്ന് പിന്നെ ഞാൻ വായിച്ചാൽ മതിയോ? മതി, അതാ വേണ്ടത്. ബാനസീർ,
ഇപ്പോൾ PSCക്ക് നിയമനം നടക്കുന്നില്ലെന്ന് കേട്ടു. അത് ശരിയാണോ? അതൊക്കെ കേൾക്കുമ്പോൾ PSCക്ക് പ്രിപ്പയർ ചെയ്യാൻ ഭയമാണ്. പ്രിപ്പയർ ചെയ്യാൻ ഭയപ്പെടേണ്ട. PSCക്ക് നിയമനമില്ലെന്ന് കേട്ടുകേൾവിയല്ല. നിങ്ങൾ PSC ബുള്ളറ്റിൻ വായിക്കുന്നു, അതിൽ ഇന്ന കാറ്റഗറി ഇത്ര പേരെ പോസ്റ്റ് ചെയ്തു എന്ന് കാണുന്നു. തൊഴിൽ വീഥി, തൊഴിൽ വാർത്ത പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ കാണുന്നു, പത്രങ്ങൾ കാണുന്നു. അതിൽ ചില വേക്കൻസികൾ ഫില്ല് ചെയ്യുന്നില്ല. അതിനർത്ഥം നെഗറ്റീവ് മാത്രം പ്രസരിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കണ്ട. നേരത്തെ 5000 പേരെ പോസ്റ്റ് ചെയ്തിരുന്നു, ഇപ്പോൾ 4000 ആയി എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, എനിക്കൊന്നും മതിയല്ലോ. അതുകൊണ്ട് നിങ്ങൾ കേൾക്കേണ്ട വാർത്ത കേൾക്കുക. വെറും PSCയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ബാക്കി അസംഖ്യം ഏജൻസികളുണ്ട്, അതിനെല്ലാത്തിനും കൂടെ കണക്റ്റഡ് ആയിട്ട് പോവുക. അത് ചിലത് ഇംഗ്ലീഷിലാണ് പഠിക്കേണ്ടത്, ഇംഗ്ലീഷ് എന്തായാലും നമുക്ക് ആവശ്യമാണ്. ആ ആറ്റിറ്റ്യൂഡിൽ പോയാൽ കുഴപ്പമൊന്നുമില്ല. മത്സരമുണ്ട്, അപേക്ഷിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടില്ല, ഉറപ്പാണ്. ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അറിവുണ്ടാക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് മാത്രം ഒരു ഫൈൻ ട്യൂണിങ് ആണ് ഈ കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, അക്ഷരം പോലും അറിയില്ല, എനിക്ക് SLC ഇപ്പോൾ പാസ്സാവണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, സ്മാർട്ട് വർക്കും ആയിരിക്കണം. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ച് പാർലമെന്റിൽ ഇന്നലെ എന്ത് സംഭവിച്ചു എന്ന് ഇന്ന് മനസ്സിലാക്കുക ചെയ്യാം. ഓക്കെ, നവംബർ 26 ഭരണഘടനാ ദിനമായിരുന്നു എന്നുള്ളത് അന്ന് വായിക്കുകയും, അപ്പോൾ അതിൻ്റെ പുറകോട്ട് പോയി 75 കൊല്ലം മുമ്പ് എങ്ങനെ ഭരണഘടന ഉണ്ടാക്കി ആരായിരുന്നു എന്ന് അന്നത്തെ പത്രത്തിൽ ചരിത്രം കൂടെ പഠിക്കാൻ അവസരമുണ്ട്. ആ പത്രത്തിന് മുമ്പ് അൻവർ സാർ അവിടെ ഇരുന്ന് ഇപ്പോൾ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആകാശവാണിയിൽ. ചുമ്മാ അവിടെ തുറന്നു വെച്ചാൽ മതി, അല്ലേ സാറേ? എല്ലാ ഇൻഫർമേഷനും അതിലുണ്ട്. അങ്ങനെയുള്ള സോഴ്സ് അൻവർ സാർ അല്ലേ? അതാണ്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളുണ്ട്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തി ടോപ്പിലെത്തുക, അതിൻ്റെ ഒരു ഫൈൻ ട്യൂണിങ് നടക്കും. സാറേ, അപ്പോൾ ഞാൻ നമ്മൾ ഒരു ഒരു കാര്യം ക്ലാസ്സിലേക്ക് പറയും. ഇപ്പൊ നിയമനങ്ങൾ കുറവാന്ന് പറയുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ CCMI നിന്ന് 4 കുട്ടികളാണ് കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന സമയം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നിയമനങ്ങൾ കുറവൊന്നുമില്ല, പക്ഷെ അപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അതാണ് വ്യത്യാസമുള്ളത്. പണ്ടത്തെ മാതിരിയല്ല. ഒരുപാട് ആളുകൾ ഇതിനായിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. ഇപ്പോ അഡ്വൈസ് വന്നതും അപ്പോയിന്റ്മെന്റ് ആയിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ നമ്മളെ മുമ്പിലുണ്ട് എന്നത് ഓർക്കുക. പഠിക്കുന്നവർക്ക് കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, പഠിക്കണം, പഠിച്ചാലേ കിട്ടുള്ളൂ. മത്സരം ഓട്ടമല്ലേ? അതെ, ഷെയർ ചെയ്യുന്നുണ്ടല്ലോ മാഡം, നന്നായി. നേരെ നിങ്ങളുടെ മൊബൈലിൽ അതിൻ്റെ ഒരു ഫോട്ടോ അങ്ങ് എടുത്ത് വെച്ചാൽ എളുപ്പമായി. അല്ല, അത് ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടതായിരുന്നു. അത് എന്തായാലും യാസീൻ സാറ് ഷെയർ ചെയ്യാം. നന്നായി, വളരെ നന്നായി. ഓക്കെ, ഗുഡ്. അപ്പൊ അതിന്റെ ഫോട്ടോ ഒക്കെ എടുക്കാനാണ്, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു ചോദ്യം കൂടി, അപ്കമിങ് PSC എക്സാംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അതിന്റെ മറുപടി ഞാൻ കൊടുത്തു കഴിഞ്ഞു. അതിന്റെ മറുപടി കൊടുത്തു കഴിഞ്ഞു. PSCയിൽ ഓരോ ആഴ്ചയും നമ്മുടെ യോഗ്യതക്കനുസരിച്ചുള്ള അനവധി വരും. നമ്മുടെ യോഗ്യത, അപ്പോൾ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറുടെ യോഗ്യതയും പിന്നെ കാർപ്പൻ്റർ പോസ്റ്റ്, അങ്ങനെ അസംഖ്യം പോസ്റ്റുകൾ വരും. അപ്പോൾ PSCയിൽ നമ്മുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് വെറും SLCയോ +2ഓ ഇനി ഡിഗ്രിയോ മാത്രമുള്ളവർക്ക് വളരെ കുറച്ച് നോട്ടിഫിക്കേഷനെ വരും. അതേസമയം അവർക്ക് ബുക്ക് ബൈൻഡിങ് കൂടി ഉണ്ടെന്ന് വിചാരിക്കും. SLCക്കാരന് ബുക്ക് ബൈൻഡറുടെ പോസ്റ്റും കൂടെ വരും. അപ്പോൾ അവർക്ക് ക്ലർക്കും ആവാം, ബുക്ക് ബൈൻഡറും ആവാം. എക്സാമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് പിന്നെ വെബ്സൈറ്റ് പറയാൻ, ആ കുട്ടിയുടെ ചോദ്യത്തിലൂടെ എത്തുന്ന ഒരു കാര്യം, PSCയുടെ വെബ്സൈറ്റിൽ നമ്മൾ കയറി നോക്കണം. PSCയുടെ നോട്ടിഫിക്കേഷൻ കാണണം. പക്ഷേ PSCയുടെ വെബ്സൈറ്റും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ടാവും, സിലബസിലുണ്ടാവും. അങ്ങനെയല്ല നമ്മൾ അപേക്ഷിക്കേണ്ടത് നോട്ടിഫിക്കേഷൻ കണ്ടിട്ടാണ്. പക്ഷേ സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എലിജിബിൾ. 1 ടൈം രജിസ്ട്രേഷൻ നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള കാര്യങ്ങൾ അതിൽ വരും. ഈ കുട്ടി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ?
ഈ ചോദിച്ചാള് ആണ് ചോദിച്ചത്. ആളൊന്ന് അതെ മ്യൂട്ട് ഒന്നും വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം കുട്ടി. PSC യുടെ വെബ്സൈറ്റ് ഒന്ന് പറയാമോ സർ? PSC യുടെ കേരള PSC എന്ന് അടിച്ചാൽ മതി. ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം സർ. കയറുന്നതുകൊണ്ട് തുളസിയുണ്ട്. വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ വല്ല അക്ഷയം നടത്തിക്കോളൂ. തുളസിയുടെ സൈറ്റ് മാഡം അവിടെ ഇടും. അടിയന്തരമായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുക. പിന്നെ വെബ്സൈറ്റ് ആ സന്ദർഭത്തിൽ നന്നായി നിങ്ങൾ സൈറ്റ് ഇന്റർനെറ്റ് ഉപയോഗം പല ആളുകളും വെറും യൂട്യൂബോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ അതിൽ കയറാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. പക്ഷേ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഒരു വെബ്സൈറ്റ് നമ്മൾ ആരോട് ചോദിക്കില്ല. മൈനോറിറ്റി വെൽഫെയറിൻ്റെ നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് അങ്ങനെ എടുക്കാനും കൂടെ ശീലിക്കുക. അത് ഇതിനു വേണ്ടി മാത്രം പറയല്ല. നിങ്ങൾക്ക് കേന്ദ്രത്തിലെ ഏതൊക്കെ മന്ത്രിമാരെന്ന് അറിയണമെങ്കിൽ അത് കയറി എടുക്കണമല്ലോ. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ശീലമാക്കുക. കമ്പൈൻ സ്റ്റഡിയിലൊക്കെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് ഒന്നിലും ബേസ് ഇല്ല, അതാ പ്രശ്നം. അപ്പൊ എവിടുന്ന് തുടങ്ങണമെന്ന് ഒരു പിടിയില്ല. ഏത് വായിച്ചു തുടങ്ങിയാലും ബേസ് ഇല്ലാത്തവർ വായിച്ചു തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ. കാര്യമുണ്ട്. ആദ്യം വേണ്ടത് ഈ ബേസ് ഇല്ല എന്നുള്ള ധാരണ. ബേസ് ഉണ്ടാക്കാൻ നോക്കുക. ബേസ് ഉണ്ടാക്കാൻ നിങ്ങൾ വാർത്ത കേൾക്കാറുണ്ടോ? പത്രം വായിക്കാറുണ്ടോ? അതൊക്കെ തുടങ്ങാം. അങ്ങനെ അങ്ങ് ബേസ് ഉണ്ടായി വരും. പിന്നെ ഈ പറഞ്ഞ 5, 6, 7, 8, 9, 10 ക്ലാസ്സുകളിലെ സോഷ്യൽ സ്റ്റഡീസ് ബുക്ക്, ജനറൽ സയൻസ് ഒന്ന് ജസ്റ്റ് പേരിന് സോഷ്യൽ സ്റ്റഡീസ് ഇംഗ്ലീഷ് ബുക്ക് വായിക്കൂ. ബേസായി. ഇന്ത്യ ചരിത്രം ബേസായി, പൊളിറ്റിക്സ് ബേസായി, ലോക ചരിത്രം ബേസായി. ഇന്ന നട്ഷൽ കംപ്ലീറ്റ് കയ്യിലുണ്ട്. പുതുതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ട്. പത്രവായന എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പഴഞ്ചൻ പ്രയോഗമാണ്. ന്യൂസ് കേൾക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സർ. വെൽക്കം. ഇത് എന്നിട്ട് എഴുതി നോക്കൂ. എഴുതി നോക്കിയാൽ ഒന്നും പേടിക്കണ്ട. തോറ്റുള്ളോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എഴുതി ശീലിക്കണം ധാരാളം. എല്ലാം റെഡി ആയിട്ട് എഴുതാൻ നിൽക്കരുത്. അപ്പോൾ യാസിൻ സാർ ഈ ഷെയറിങ് നിർത്തിക്കോളൂ. പിന്നെ ഇത് എല്ലാവരും എടുത്ത് കാണും സ്ക്രീൻ. ഓക്കെ, താങ്ക് യു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ഇനി ഉണ്ടാവണമല്ലോ. സർ, നിലവിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഗൂഗിൾ ഫോമിലേക്ക് വന്നത്. ഓക്കെ. ഇനി ഓക്കെ. ബനസീർ പീനാസ് PSC ഒരു ഡൗട്ടാണ്. ഇപ്പോൾ PSC നിയമനം മലപ്പുറത്ത് എവിടെയെങ്കിലും സൗജന്യ PSC ക്ലാസ് റെഗുലറായിട്ടുണ്ടോ? എന്തൊക്കെ എടുക്കണം? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു. ഓക്കെ സർ. ഓക്കെ, മാഡത്തിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അൻവർ സാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ കുട്ടികളോട്? ഒരാള് സെൻട്രൽ ഗവൺമെന്റ് ജോലികൾക്ക് മലയാളം, അതായത് ഡിഗ്രി ലെവൽ എക്സാംസിന് മലയാളം ഉണ്ടോ എന്നുള്ളൊരു ചാറ്റ് ഉണ്ട്. ആര് ചോദിച്ചത്? ഡിഗ്രി ലെവൽ എക്സാംസിന് മലയാളം ഉണ്ട്. 10 മാർക്കിന് മലയാളം പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ മലയാളം നിർബന്ധമാണ് പഠിക്കല്. മലയാളം ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. LGSന് ഇംഗ്ലീഷ് ഇല്ല. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചവരും ഒരു മലയാളം ഒന്ന് നന്നായിക്കൊള്ളട്ടെ. ഇംഗ്ലീഷ് മീഡിയം, അതെ. മലയാളം എന്തായാലും പഠിക്കൽ നിർബന്ധമാണ്. അൻവർ സാർ എന്തെങ്കിലും പറയോ? മലയാളത്തിന്റെ ഗുണം എന്താന്ന് വെച്ചാല് മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കുന്നത് തന്നെയാണ് എക്സാമിന് ഉണ്ടാവുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക്, ആ 10 മാർക്കും 20 മാർക്കും ഒക്കെ തന്നെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മലയാളത്തിൽ നിന്നായാലും ഇംഗ്ലീഷിൽ നിന്നായാലും മാത്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഈ കാര്യങ്ങളൊക്കെ. മറിച്ച് ഇപ്പൊ നമ്മൾ ഹിസ്റ്ററി, മറ്റ് GK ഒക്കെ ആകുമ്പോഴേ കുറെ വൈഡായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. പക്ഷേ ഒരുപാട് പഠിച്ചിട്ട് നമ്മൾക്ക് അങ്ങനെ നമ്മൾ പഠിച്ചു തന്നെ വന്നോളണമെന്നില്ലല്ലോ, അങ്ങനെയാണ്. പക്ഷെ മറ്റ് സബ്ജക്ട്സ് അങ്ങനെയല്ല. മലയാളത്തിന്റെ ഒക്കെ പ്രത്യേകത തന്നെ അതാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടെ. അപ്പൊ മലയാളം നന്നായിട്ട് പഠിച്ചെടുക്കുക, അറിയാത്ത ആളുകൾ കേട്ടോ. അപ്പൊ അൻവർ സാറ് കുട്ടികളോട് എന്താണ് ഒരു
ആ സാറേ, ലത്തീഫ് ഒന്നുമില്ല, ആ, കാര്യമായിട്ടൊന്നുമില്ല, ഒക്കെ എല്ലാം സാറ് പറഞ്ഞല്ലോ. ഇപ്പൊ എല്ലാവർക്കും വളരെ മികച്ച ഗവൺമെന്റ് ജോബിലൊക്കെ എത്താൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. ഓക്കെ, ഓക്കെ താങ്ക് യു. സാർ. ഓക്കെ സാർ, താങ്ക് യു. ലത്തീഫ് സാർ, സാർ ആ കുറച്ചു പ്രദേശത്ത് കാലം ഇതിന്റെ കൂടെ കൂടിയാണ് നിർബന്ധമായിട്ടും കിട്ടുന്ന ഉറപ്പാണ്. ആ ഇതിന്റെ കൂടെ തന്നെ കൂടണം, എന്നാലേ PSC കിട്ടും. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു. സിജിക്കാരായിട്ട് ഞാൻ ഫോട്ടോ കണ്ടാണ് ഇവരെ ഊഹിച്ചത്. അല്ലാത്ത ആളുകൾ ആരും ഉണ്ടെങ്കിൽ അവർക്കും എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാം. ജോലി നിലവിലിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ എത്തിപ്പെട്ട വഴികളെക്കുറിച്ച് 2 വാക്കിലൊക്കെ നമുക്ക് കുട്ടികളോട് പറയാം, ജൂനിയേഴ്സിനോട്. ഓക്കെ. അപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള നന്ദി തീർച്ചയായിട്ടും അതിൻ്റെ കോർഡിനേറ്റർ യാസീൻ സാർ പറയും. മാഡത്തിനും മറ്റുള്ളവർക്കൊക്കെ ഒരു പ്രത്യേകമായ നന്ദി. കാരണം ഇങ്ങനെ എല്ലാവരും കൂടെ ഇടപഴകുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഏറ്റവും ലൈവ്ലി ആവുന്നത്. അപ്പം അതിന് ആ ഓതൻറ്റിക് ഇൻഫർമേഷൻ ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഫ്രം ദ ഹോഴ്സ് മൗത്ത്, പശ്ചിമുഖത്ത് നിന്ന് വിവരം തേടുക എന്ന് പറയുമല്ലോ. അങ്ങനെ മാഡം സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞു, സെൻട്രൽ ഗവൺമെൻറ് ഒരാൾ അവിടെ ഉണ്ട്, ജനങ്ങളായിട്ട് ഏറ്റവും ഇടപഴകുന്ന സാർ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂട്ടായ്മ വന്നതോടുകൂടി പിന്നെ ആളുകൾ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഫോർമൽ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞോളൂ. ഓക്കെ. ഏതായാലും പിന്നെ ഈ ഒരു വിഷയത്തിൽ വളരെ അവഗാഹത്തോടു കൂടി നമ്മോട് സംവദിച്ച നമ്മുടെ സിജിയുടെ പ്രിൻസിപ്പൽ കരിയർ കൗൺസിലർ MV സക്കരിയ സാർ, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൈനോറിറ്റി പ്രതിനിധിയായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നസീറ മാഡം, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. ഈ ഒരു രജിസ്ട്രേഷനുള്ള നമ്പറുകൾ നമ്മൾ നമ്മുടെ കരിയർ ഇൻഫോ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും അവിടെ നിന്നുകൂടി അത് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സിജി കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ, ഇനിയും കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് സിജിയെ ബന്ധപ്പെടാവുന്നതാണ്. സിജിയുടെ കരിയർ ഇൻഫോ ഗ്രൂപ്പുകളിൽ നമ്മൾ നോട്ടിഫിക്കേഷനുകളൊക്കെ ഇടാറുണ്ട്. അതുപോലെ തന്നെ സിജി കോഴിക്കോട്, മലപ്പുറം ജില്ലാ ഓഫീസുകളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ എല്ലാ ദിവസവും കരിയർ കൗൺസിലിംഗ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അവിടെയും നിങ്ങൾക്ക് ചോദ്യങ്ങളുമായിട്ട് വരാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു.